പ്രാർത്ഥിക്കണം. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, ഞങ്ങളുടെ അലസതയും ഞങ്ങളുടെ ബലഹീനതയും ആരുടെയെങ്കിലും അനുഗ്രഹത്തിന് തകരാറായി എന്ന് വരില്ലേ. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഈ ഗ്രൂപ്പിനെ ദൈവകരങ്ങളിൽ തന്ന് അനുഗ്രഹിക്കുന്നു. ഇന്നത്തെ വേദപുസ്തക പഠനം ഞങ്ങൾക്ക് പ്രയോജനമാകുവാൻ അടിയൻ്റെ മേലൊരു പുതിയ അഭിഷേകം വരണമേ. നാവും അധരവും ഒരുപോലെ അഭിഷിക്തമാകണമേ. ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കട്ടെ. മഹത്വം കർത്താവിനായിരിക്കും. അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. വെളിപ്പാട് പുസ്തകത്തിലെ 7 ലേഖനങ്ങളാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. 2ഉം 3ഉം അധ്യായങ്ങൾ. 1-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു തുടങ്ങുമ്പോൾ സഭകളുടെ സെൻട്രൽ പോയിൻ്റായി, കേന്ദ്രബിന്ദുവായി യേശു ഇരുന്നെന്നും ആ യേശു 7-ാം കാലഘട്ടത്തിലാകുമ്പോഴേക്കും സഭയുടെ വെളിയിലായി എന്ന് 3-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ നിന്നും കണ്ടു. എങ്ങനെ യേശു വെളിയിലായി എന്നതാണ് നമ്മൾ പ്രധാനമായും ചിന്തിക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തിലെ 7 ലേഖനത്തെക്കുറിച്ച് 1-2 കാര്യങ്ങൾ വീണ്ടും ഓർപ്പിക്കട്ടെ. കാര്യം ഇത് മിക്കവാറും അതിൻ്റെ വൈൻഡിങ് അപ്പ് സെക്ഷനാണല്ലോ, 7-ാമത്തെ സെക്ഷന്. അതുകൊണ്ട് അത് ഒന്നുകൂടെ ഓർപ്പിക്കട്ടെ. 1-ാം അധ്യായത്തിൽ പറയുമ്പോൾ നീ കണ്ടത് ഇപ്പോഴുള്ളതും പണ്ടുണ്ടായിരുന്നതും ഇനി വരുവാനുള്ളതുമാണ്. ഉണ്ടായിരുന്നതും ഇപ്പോഴുള്ളതും വരുവാനുള്ളതുമായത് ഭാവി ഭൂത കാലങ്ങളെ ഒരുമിച്ച് കാണിക്കുന്നതാണ്. പ്രസൻറ്റ് ടെൻസസ് ഒരുമിച്ച് കാണിക്കുന്നതാണ്. അപ്പോൾ സഭ പരിശുദ്ധാത്മാവിനാൽ ഉദ്ഘാടിതമായ നാളു മുതൽ യേശുവിൻ്റെ കാഹളത്തെങ്കിൽ സഭ മധ്യാകാശത്തിലേക്ക് കയറിപ്പോകുന്നത് വരെയുള്ള ആകെ കാലഘട്ടത്തെ 7 കാലഘട്ടങ്ങളായി തിരിച്ചുകൊണ്ട് 1, 2, 3 എന്ന നമ്പർ ഇടുന്നതിന് പകരം എഫെസോസ്, മുർന്ന, തുയത്തൈര എന്നിങ്ങനെ ലവദിക്കിയ വരെ 7 സ്ഥലത്തിൻ്റെ പേരുകളിൽ അതിനെ പരസ്യപ്പെടുത്തുന്നതായി കാണാം. ആരംഭത്തിൽ യേശു സഭയുടെ കേന്ദ്രബിന്ദുവായിരുന്നു. നമുക്ക് തുടർന്ന് ചിന്തിച്ചു തുടങ്ങാം. 7-ാം സഭയ്ക്കുള്ള ലേഖനം 14-ാമത്തെ വാക്യം മുതൽ 3-ാം അധ്യായത്തിൻ്റെ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ് 7-ാം സഭയ്ക്കുള്ള ലേഖനം. ലവുദിക്കയിലെ സഭയുടെ ദൂതന് എഴുതുക: വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാനാകയാൽ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമന്നുകളയും. ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യവാനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്ന് അറിയാതിരിക്കയാൽ നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിപ്പെടാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ള ഉടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിൽ എഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. എനിക്ക് പ്രിയമുള്ളവരെ ഒക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കുക, മാനസാന്തരപ്പെടുക. ഞാൻ വാതുക്കൽ നിന്ന് മുട്ടുന്നു. ഇതാണ് നമ്മുടെ പ്രധാനമായിട്ടും എടുത്ത 2-ാമത്തെ വാക്യം. ഞാൻ വാതുക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. 3-ാം അധ്യായം 20-ാമത്തെ വാക്യമായിരുന്നത്. 21-ാം വാക്യം: ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഞാനും ജയിച്ച് എൻ്റെ പിതാവിനോടുകൂടെ അവൻ്റെ സിംഹാസനത്തിൽ ഇരുന്നതുപോലെ തന്നെ. 22-ാം വാക്യത്തിൽ ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. 1, ലവോദിക്ക സഭയ്ക്കാണ് ഇതെഴുതുന്നത്. അതായത് ഈ 7 ലേഖനങ്ങളുടെ കൂട്ടത്തിൽ അവസാനത്തെ ലേഖനമാണ് ലവോദിക്ക സഭയ്ക്കുള്ള ലേഖനമെന്ന് ഇവിടെ ടൈറ്റിൽ ചെയ്തിരിക്കുന്നത്. അത് 7-ാം കാലഘട്ടത്തിലുള്ള സഭയാണ്. ലവോദിക്ക എന്ന സിറ്റിക്കൊരു പ്രത്യേകതയുണ്ട്, പേരിനൊരർത്ഥമുണ്ട്. സാമ്പത്തികമായും സാംസ്കാരികമായും ഉന്നതമായ മാനദണ്ഡം സൂക്ഷിക്കുന്ന ഒരു പട്ടണമായിരുന്നു അത്. ആ കാലങ്ങളിൽ ഉണ്ടായിരുന്ന സഭകൾ പലതും നല്ല ഉന്നത മാനദണ്ഡം സൂക്ഷിക്കുന്ന പട്ടണങ്ങളിലായിരുന്നു. കൊരിന്ത് അതുപോലെ സംസ്കാര സമ്പന്നമായ ഒരു സ്ഥലമായിരുന്നു. പല സഭകളും വളരെ സംസ്കാര സമ്പന്നമായി ഉയർന്നിരുന്ന സ്ഥലങ്ങളായിരുന്നു. അവിടെയൊക്കെയാണ് അപ്പോസ്തലന്മാർ ആദ്യമായി പോകുകയും പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തത്. ഉന്നതമായ മാനദണ്ഡം സൂക്ഷിക്കുന്നു. ഒരു ബാങ്കിങ് സെൻ്റർ ആയിരുന്നു ലവുദിക്ക എന്ന് അറിയുന്നു. ഞാനത് ചരിത്രം ചെക്ക് ചെയ്തു. ഇത് ഒരു ബാങ്കിങ് പട്ടണമായിരുന്നു. മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി സ്വന്തം താല്പര്യങ്ങൾക്കൊത്തവണ്ണം പോകുന്നവർ എന്നായിരുന്നു ലവുദിക്കക്കാരെക്കുറിച്ച് അന്നുണ്ടായിരുന്ന പൊതുലോകം പറയുന്നത്. അവർ സാമ്പത്തികമായി ഉയർന്നവരാകയാലും സാംസ്കാരികമായി ഉന്നതന്മാരാകയാലും ഞങ്ങൾക്ക് ഏതാണ്ട് അറിവുണ്ട്, കഴിവുണ്ട്
എന്നൊരു ചിന്ത അവരുടെ ഇടയിൽ വന്നുപോയി. അങ്ങനെ മറ്റുള്ളവരിൽ നിന്നും തങ്ങൾ വ്യത്യസ്തരാണെന്നും ഞങ്ങളുടെ സ്വന്തം താല്പര്യങ്ങൾക്കൊത്തവണ്ണം ഞങ്ങൾ പോകുന്നവരാണെന്നും അവർ സ്വയം പ്രഖ്യാപിച്ചു. ബൈബിൾ നിഘണ്ടുക്കൾ തരുന്ന അർത്ഥം ഇനിയും വ്യത്യസ്തമാണ്. ബൈബിൾ നിഘണ്ടുക്കളും ഇതിനോടുള്ള ബന്ധത്തിൽ ചെക്ക് ചെയ്തു. നിഘണ്ടുക്കൾ തരുന്ന അർത്ഥത്തിൽ ദൈവഹിതത്തേക്കാൾ സ്വന്തം ഇഷ്ടങ്ങളും അനുസരിക്കുന്ന ഒരു വിഭാഗമായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ആ ജനം. ഒരു സംവിധാനമായിരുന്നു സഭയിൽ. ഒന്നുകൂടെ, ദൈവ ഇഷ്ടത്തേക്കാൾ കൂടുതൽ സ്വന്തം ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കുന്നു. അതുകൊണ്ട് ദൈവ ഇഷ്ടം പൂർണ്ണമായി വിട്ടുപോയി എന്നല്ല, ദൈവ ഇഷ്ടവും അനുസരിക്കും, സ്വന്തം ഇഷ്ടവും അനുസരിക്കും. ഉദാഹരണത്തിന് വേണ്ടി ഉപവസിക്കുമ്പോൾ ദാനിയേൽ പ്രവാചകൻ ഉപവസിച്ചത്, ഞാൻ നിഘണ്ടുക്കൾ തരുന്ന ചില അർത്ഥങ്ങളിൽ നിന്ന് ഒരു വ്യാഖ്യാനത്തിലേക്ക് ഇറങ്ങുക. ദാനിയേൽ പ്രവാചകൻ ഉപവസിച്ചിരുന്ന ഉപവാസം നമ്മളതിനെ ദാനിയേൽ ഫാസ്റ്റിംഗ് എന്ന് വിളിക്കും. വെജിറ്റേറിയനാണ് ആ ദിവസങ്ങളിൽ എടുത്തുകൊണ്ടിരുന്നത്. ഈ ദാനിയേൽ ഫാസ്റ്റിങ്ങിൻ്റെ ദിവസങ്ങളിൽ സാധാരണഗതിയിൽ ആളുകൾ ചെയ്യാറുള്ളത് ഒരു ദിവസം ഒരു നേരമോ ചിലർ 2 നേരമോ വെജിറ്റേറിയൻ ആഹാരം മാത്രം കഴിക്കും. പക്ഷേ ഇവർ പറഞ്ഞു, ഞങ്ങളുടെ എനർജി ലെവൽ നിലനിർത്തേണ്ടതിന് വേണ്ടി ഞങ്ങൾക്ക് മുട്ടയും മീനും കൂടെ വേണം, മാംസം കഴിക്കത്തില്ല. അങ്ങനെ മുട്ടയും മീനും ചേർത്ത വെജിറ്റേറിയൻ കഴിക്കുന്നതിനെ അവർ ദാനിയേൽ ഫാസ്റ്റിംഗ് എന്ന് വിളിച്ചു. നിശ്ചയമായും ദൈവഹിതമാണ് അതിൻ്റെ ബേസ്. പക്ഷേ അതിൻ്റെ കൂടെ അവരുടെ ഇഷ്ടങ്ങൾക്ക്, സ്വന്തം ഇഷ്ടങ്ങൾക്ക് അതനുസരിക്കുന്ന ഒരു സംവിധാനക്രമം ആ സഭയിൽ നിലവിലിരുന്നു. ഒരു സംവിധാനക്രമം 1-ാം നൂറ്റാണ്ടിൽ തന്നെയാണ് ഒരു സംവിധാനക്രമം ആ കാലങ്ങളിൽ നിലവിലിരുന്നു. ഇനി നമുക്ക് അകത്തോട്ട് കയറാം, ദൂതിലേക്ക് കയറാം. 2, ഒന്നാമത്തേത് ഞാൻ പട്ടണത്തെക്കുറിച്ചുള്ള വിശദീകരണം പറഞ്ഞു. രണ്ടാമത്തേത് മറ്റ് സഭകൾക്ക് എന്നവണ്ണം ഈ സഭയുടെ സന്ദേശവും ലവദിക്ക സഭയുടെ ദൂതന് വേണ്ടിയാണ് എഴുതി ആരംഭിക്കുന്നത്. യേശുക്രിസ്തുവാണ് ആ ദൂത് പറഞ്ഞു തുടങ്ങുന്നത്. യേശുക്രിസ്തു സഭയുടെ ദൂതനോട് പറയുന്നതായി 14-ാം വാക്യത്തിൽ നാം കാണുന്നു. അതേസമയം 22-ാം വാക്യത്തിൽ അവസാന കുറിപ്പിൽ എല്ലാ സഭയിലുമുള്ള എല്ലാവരും, ചെവിയുള്ള എല്ലാവരോടുമായി പരിശുദ്ധാത്മാവ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഇതാണ് എല്ലാ സഭകളുടെയും പൊതു സ്വഭാവം. ആത്മാവ്, യേശു സഭകളുടെ ദൂതനോട് സംസാരിച്ച് തുടങ്ങുകയും പരിശുദ്ധാത്മാവ് എല്ലാ സഭയിലുമുള്ള എല്ലാവരോടും പറഞ്ഞ് അവസാനിപ്പിക്കുകയും ചെയ്യുന്നതാണ്. മൂന്നാമത്തേത്, തുടർന്ന് 14-ാം വാക്യത്തിൽ തന്നെ യേശു സ്വയം പരിചയപ്പെടുത്തുന്നു. എല്ലാ സഭകളിലും യേശു തന്നെത്താൻ സ്വയമായി ഒന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. 14-ാം വാക്യത്തിൽ തന്നെ സ്വയം പരിചയപ്പെടുത്തുന്നുണ്ട്. എ, വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി. ബി, ദൈവസൃഷ്ടിയുടെ ആരംഭമായ. സി, ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നത്. ഞാനിവിടെ ABCD എന്നൊക്കെ ഇട്ട് തിരിക്കുകയാണ് നമുക്കത് മനസ്സിലാകാൻ വേണ്ടി. വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി, ദൈവസൃഷ്ടിയുടെ ആരംഭമായ, ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നത്. ഇവിടെ ഒന്നാമത്തെ കാര്യം വിശ്വസ്തനാണ്, അതേസമയം സത്യവാനുമാണ്. 3, സാക്ഷിയാണ്. ഇത് 3ഉമാണ് ഞാൻ. വിശ്വസ്തനും സത്യവാനുമായ സാക്ഷി എന്നത് ആ കാലത്തും തിരുവചനത്തിൽ പലയിടത്തും ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഫ്രേസ്. താനൊരു സാക്ഷിയാണ്. ആരംഭം മുതൽ അന്ത്യം വരെയുള്ള സകലത്തിനും താൻ സാക്ഷിയാണ്. ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ നമ്മളാരും കണ്ടിട്ടില്ല. പക്ഷെ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അതും അഗോചരമല്ല, കാണാത്തതല്ല. സകലത്തിനും താൻ സാക്ഷിയാണ്. അതുകൊണ്ട് സ്വയം പരിചയപ്പെടുത്തുമ്പോൾ ഞാൻ വിശ്വസ്തനാണ്, സത്യവാനാണ്, സകലത്തിനും സാക്ഷിയാണ്. 2, ഞാൻ ദൈവസൃഷ്ടിയുടെ ആരംഭമാണ്. ഞാനത് വിശദീകരിച്ചോളാം. സി, ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്തത്. യേശുക്രിസ്തുവിൻ്റെ ഒരു പേരാണ് ആമേൻ. ആമേൻ എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് അത് അപ്രകാരം സംഭവിക്കട്ടെ, അത് അങ്ങനെ തന്നെ എന്ന് നമ്മൾ അഫേം ചെയ്യുകയാണ്. ഒരു അഫർമേറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് അത്. എന്നാൽ യേശുവിന് അങ്ങനെ ഒരു പേരുണ്ട്. ആ പേരും കൂടെ ചേർന്ന് വരുമ്പോൾ ഈ ദൈവസൃഷ്ടിയുടെ ആരംഭമായി ആമേനുള്ളവൻ അരുളി ചെയ്യുന്നത് കാണാം. ഈ ദൈവസൃഷ്ടിയുടെ ആരംഭമായി എന്ന പദം ഞാൻ ഒന്ന് വിശദീകരിച്ചോട്ടെ, നമുക്കതൊരാവശ്യം. അതുകൊണ്ട് പ്രൊവേർബ്സ് 8-ന്റെ 27 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ, സദൃശവാക്യങ്ങൾ 8-ാമത്തെ അധ്യായം 27 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ, അവൻ ആകാശത്തെ ഉറപ്പിച്ചപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. കർത്താവായ യേശു പിതാവാം ദൈവത്തെക്കുറിച്ച് പറയുകയാണ്, തന്നെക്കുറിച്ചും പിതാവാം ദൈവത്തെക്കുറിച്ചും പറയുകയാണ്. അവൻ പിതാവാം ദൈവം ആകാശത്തെ ഉറപ്പിച്ചപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ ആഴത്തിൻ്റെ ഉപരിഭാഗത്ത് വൃത്തം വരച്ചപ്പോഴും. ഈ പ്രപഞ്ചം ഒരു വൃത്തമാണ്, ഭൂമി ഒരു വൃത്തമാണ്, സൗരയൂഥം ഒരു വൃത്തമാണ്. അവൻ ആഴത്തിൻ്റെ ഉപരിഭാഗത്ത് വൃത്തം വരച്ചപ്പോഴും, അവൻ മീതെ മേഘങ്ങളെ ഉറപ്പിച്ചപ്പോഴും,
ആഴത്തിൻ്റെ ഉറവുകൾ തടിച്ചപ്പോഴും വെള്ളം അവൻ്റെ കൽപ്പനയെ അതിക്രമിക്കാതെ അവന് സമുദ്രത്തിന് അതിർ വെച്ചപ്പോഴും ഭൂമിയുടെ അടിസ്ഥാനം ഇട്ടപ്പോഴും ഞാൻ അവൻ്റെ അടുക്കൽ ശില്പിയായിരുന്നു. യേശുക്രിസ്തു ആയിരുന്നു ഈ പ്രപഞ്ചത്തിൻ്റെ ക്രാഫ്റ്റ്സ്മാൻ. ഞാൻ ശില്പിയായിരുന്നു. ഇടവിടാതെ അവൻ്റെ മുമ്പിൽ വിനോദിച്ചു കൊണ്ടിരുന്നു. ഒരപ്പനും കൊച്ചുമോനും മാത്രമുള്ള രംഗത്ത് അപ്പൻ്റെ മുമ്പിൽ മകൻ കളിക്കുന്നത് പോലെ ഇടവിടാതെ അവൻ്റെ മുമ്പിൽ വിനോദിച്ചു കൊണ്ടിരുന്നു. ദിനംപ്രതി അവൻ്റെ പ്രമോദമായിരുന്നു. അവൻ്റെ ഭൂതലത്തിൽ ഞാൻ വിനോദിച്ചു കൊണ്ടിരുന്നു. എൻ്റെ പ്രമോദം മനുഷ്യപുത്രന്മാരോടുകൂടെ ആയിരുന്നു. വളരെ രസകരമായ ഒരു ഭാഗമായത്. പിതാവും പുത്രനും ഒരുമിച്ചാണ് സൃഷ്ടിക്കുന്നത്. പുത്രനാണ് അവിടെ ശില്പിയായിരിക്കുന്നത്. ഡിസൈൻ കംപ്ലീറ്റ് തരുന്നത് പിതാവായ ദൈവമാണ്. പിതാവായ ദൈവം ഡിസൈൻ തരുമ്പോൾ പുത്രനായ ദൈവം അതിനനുസരിച്ച് സൃഷ്ടി നടത്തുമ്പോൾ ആകാശത്തിൻ്റെ അതിർത്തികൾ രേഖപ്പെടുത്തി ഭൂമിക്ക് വൃത്തം വരച്ചു. ആഴത്തിൻ്റെ മീതെ തൻ വൃത്തം വരച്ച് ചെയ്യുകയാണ്. ആ സമയത്ത് സൃഷ്ടിയായിരുന്നു. ദൈവം മുമ്പിൽ, പിതാവിൻ്റെ മുമ്പിൽ താൻ വിനോദിച്ചു കൊണ്ടിരുന്നു. ഈ സൃഷ്ടിയൊക്കെയും തനിക്കൊരു വിനോദമായിരുന്നു. തൻ്റെ മകൻ്റെ സൃഷ്ടി പിതാവിനും വിനോദമായിരുന്നു. അങ്ങനെ പിതാവും പുത്രനും ചേർന്ന് വിനോദിച്ചു കൊണ്ടിരുന്നപ്പോൾ പിതാവിൻ്റെ നിരന്തര വിനോദമായിരുന്നു. പക്ഷേ 31-ാമത്തെ വാക്യത്തിൽ അവൻ്റെ ഭൂതലത്തിൽ ഞാൻ വിനോദിച്ചു കൊണ്ടിരുന്നു. പിതാവായ ദൈവം സൃഷ്ടിക്കുന്ന ആ ഭൂതലത്തിൽ, അത് പ്രപഞ്ചമാണ്, ഞാൻ വിനോദിച്ചു കൊണ്ടിരുന്നു. എൻ്റെ പ്രമോദം മനുഷ്യപുത്രന്മാരോടുകൂടെ ആയിരുന്നു. അന്നും യേശുവിൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്ന ഒരു ലോങ്ങിങ് മനുഷ്യപുത്രന്മാരാണ്. ഭാവിയിൽ ഒരു സമയത്ത് മനുഷ്യപുത്രന്മാരെ ഭൂമിയിൽ സൃഷ്ടിക്കുമെന്നും യേശു തന്നെ മനുഷ്യ അവതാരം എടുത്തിവിടെ വരുമെന്നും മനുഷ്യപുത്രന്മാരോട് വിനോദിക്കുന്നത് തൻ്റെ ഹൃദയത്തിൻ്റെ ഉല്ലാസമായിരുന്നുവെന്നും പ്രപഞ്ച സൃഷ്ടിയുടെ സമയത്ത് തന്നെ കർത്താവ് കണ്ടു. ഇന്ന് രാവിലെ വളരെ അലാമിംഗ് ആയ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു കൊച്ച ആർട്ടിക്കിൾ എൻ്റെ അടുക്കൽ വന്നു. ആരയച്ചു എന്ന് എനിക്ക് ഇപ്പോഴും അറിഞ്ഞുകൂടാ. മിഷ്യാക്കാക്കു നിന്ന് സംസാരിക്കുന്നത്, യൂട്യൂബിൽ നിന്നാണ്. മിഷ്യാക്കാക്കു നിന്ന് സംസാരിക്കുന്ന ഒരു ഭാഗമാണ് ഞാൻ അവിടെ കണ്ടത്. മിഷ്യാക്കാക്കു എന്ന് പറയുന്നത് ഇന്ന് നിലവിലുള്ള ശാസ്ത്രജ്ഞന്മാരിൽ ഏറ്റവും ഉന്നതന്മാരിൽ ഒരാളും വാനശാസ്ത്രത്തെക്കുറിച്ചും പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ചുമൊക്കെ വളരെ ആധികാരികമായി സംസാരിക്കുന്നയാളും ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയുടെ തിയറിറ്റിക്കൽ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇന്നത്തെ HOD-യുമായ അദ്ദേഹം ഇട്ടിരിക്കുകയാണ്, ഈ ബിഗ് ബാങ്ങിനെ കുറിച്ചുള്ള നമ്മളെ കണ്ടുപിടുത്തങ്ങൾ തെറ്റിപ്പോയി. നമ്മൾ വിശ്വസിച്ചിരുന്നത് ഒരു ശൂന്യത എവിടെയോ നിലനിന്നിരുന്നു. വളരെ വളരെ വിശാലമായൊരു ശൂന്യത. കുറഞ്ഞപക്ഷം 300,000 years, 3 ലക്ഷം വർഷങ്ങളെങ്കിലും ആ ശൂന്യത അവിടെ ഉണ്ടായിരുന്നു. അതിനകത്താണ് ഒരു ബിഗ് ബാങ് ഉണ്ടാകുന്നത്. ആ ബിഗ് ബാങ്ങിൽ നിന്നാണ് ഒരു പൊട്ടിത്തെറി പോലെ എന്തോ ഒന്നുണ്ടാകുന്നത്. അതിനകത്തു നിന്നാണ് സൃഷ്ടികൾ മുഴുവനും വരുന്നത്. ഇതൊക്കെയായിരുന്നു കണ്ടുപിടുത്തങ്ങൾ. അദ്ദേഹം പറഞ്ഞു മൊത്തം പൊളിഞ്ഞു. ഒരു 3 മാസമായി തന്നെ ശാസ്ത്രജ്ഞന്മാരിൽ പലരും ഇന്ന് വരെ നിലവിലുള്ള ശാസ്ത്രങ്ങൾ മുഴുവനും തിരുത്തി എഴുതേണ്ടതായി വരും. കാര്യം ഇന്നത്തെ കണ്ടുപിടുത്തം അനുസരിച്ച് പണ്ട് നമുക്ക് ലഭിച്ചിരുന്ന ഡേറ്റ മൊത്തം അപര്യാപ്തമാണ്. പണ്ട് നമുക്ക് ഹബിൾ സ്കോപ്പിൽ നിന്നായിരുന്നു ഡേറ്റ കിട്ടിക്കൊണ്ടിരുന്നത്. അന്നത്തെ ഡേറ്റ അവർ വിശദീകരിക്കുന്നതിനനുസരിച്ച്, ശാസ്ത്രലോകം വിശദീകരിക്കുന്നതിനനുസരിച്ച് ബൈബിളുമായി പല പൊരുത്തക്കേടുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എങ്ങനെ ഏതെന്നൊക്കെ ഉള്ള വലിയ സംശയം ഉണ്ടായിരുന്നു. ബൈബിൾ തെറ്റാണെന്ന് ഒരു കൂട്ടം ആളുകൾ തീർത്ത് പറഞ്ഞിരുന്നു. ഞാൻ അന്നും അതിനകത്തൊന്നും പറഞ്ഞില്ല. കാര്യം പണ്ട് കാലങ്ങളിൽ നമ്മൾ പറഞ്ഞു തുടങ്ങിയതുപോലെ കോഴിയാണോ മൂത്തത് മുട്ടയാണോ മൂത്തത് എന്നുള്ള ചോദ്യത്തിന് ഇതുവരെ ഒരു ശാസ്ത്രജ്ഞനും മറുപടി പറഞ്ഞിട്ടില്ല. അതൊക്കെ സംഭവിച്ചു എന്നൊക്കെ മാത്രം പറഞ്ഞവർ ഒഴിയുകയേ ഉള്ളൂ. അങ്ങനെയൊക്കെ വന്നതുകൊണ്ട് ഈ ബിഗ് ബാങ് തിയറിയും എവല്യൂഷൻ തിയറിയും ഒന്നും എല്ലാവരും അംഗീകരിച്ചതല്ല. അതൊരു സിദ്ധാന്തം എന്നതിനേക്കാൾ കവിഞ്ഞത് കുറച്ചു പേരുടെ ചിത്താന്തമാണ് എന്ന് പറയുന്ന ഉപദേശിമാരും പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്നതിന് ഒന്നുകൂടെ ആ പദം ആവർത്തിക്കാം. സിദ്ധാന്തം എന്ന് പറയുന്ന ഒരു സത്യമാണെങ്കിലും ചിത്താന്തം എന്ന് പറയുന്നത് കൊച്ചുകുട്ടികൾ വാശി പിടിക്കുന്നതിനെക്കുറിച്ച് പ്രായമുള്ള മാതാപിതാക്കൾ പറയുന്നതാണ്. ഇത് ഒരു കൂട്ടം ശാസ്ത്രജ്ഞന്മാരുടെ ഒരു ചിത്താന്തം മാത്രമാണ് ഈ എവല്യൂഷൻ തിയറി, അതങ്ങനെയല്ല എന്നൊക്കെ പറയുന്നവരുണ്ട്. ഞാനും ആ കൂട്ടത്തിലാണ്. എവല്യൂഷൻ തിയറിയിൽ ഞാനും വിശ്വസിക്കുന്നില്ല. എന്നാൽ ഒരുപാട് കാര്യങ്ങൾ ശാസ്ത്രം കണ്ടുപിടിച്ചു. ആ കണ്ടുപിടുത്തങ്ങളൊക്കെയും തന്നെ ഹബിൾ സ്കോപ്പിനെ ആശ്രയിച്ചായിരുന്നു. ഹബിൾ സ്കോപ്പ് തന്നിരുന്നതായ ആ ഡേറ്റ അനുസരിച്ചായിരുന്നു. ഇന്ന് നമുക്ക് ജെയിംസ് വെബ് ടെലിസ്കോപ്പ് ഉണ്ട്. അത് തരുന്ന വിവരങ്ങൾ മറ്റേതിനേക്കാൾ ഒരുപാടും കൂടെ ആഴത്തിലുള്ളതും വിശദമായതും. ഏതാണ്ട് 170 കിലോമീറ്റർ ഉയരത്തിലായിരുന്നു ഹബിൾ സ്കോപ്പ് നിലനിന്നിരുന്നതെങ്കിൽ ഇന്നത്തെ ജെയിംസ് വെബ് ടെലിസ്കോപ്പ് 15 മില്യൺ കിലോമീറ്റർ ഉയരത്തിൽ. പഴയ പുള്ളി ഭൂമിക്ക് വട്ടം കറങ്ങിക്കൊണ്ടായിരുന്നു വിവരങ്ങൾ തന്നതെങ്കിൽ
ഇന്നത്തെ മാന്യൻ സൂര്യന് വട്ടം കറങ്ങിക്കൊണ്ടാണ് വിവരങ്ങൾ തരുന്നത്. അതുകൊണ്ട് പഴയതൊക്കെയും പഴയതായി മാറി, ഒരുപാട് പുതുമകളുണ്ട് എന്ന് പറഞ്ഞു. ഇന്ന് മിഷക്കാക്കു ആധികാരികമായി പറയുന്നത് ഞാൻ കേട്ടു. ഞാൻ പറഞ്ഞു ആരയച്ചു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, യൂട്യൂബിൽ നിന്നാണ് ആ കട്ടിങ് വന്നത്, അത്രയും മാത്രം എനിക്കറിയാം. നമ്മൾ മുഴുവൻ തിയറികളും ഇനിയും പഠിച്ചു തുടങ്ങേണ്ടിയിരിക്കുന്നു. കാര്യം 300,000 years, 3 ലക്ഷം വർഷം ശൂന്യത ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് വെറും കള്ളവും വെറും വ്യാജ പ്രസ്താവനയായി മാറി. ശൂന്യത ഉണ്ടാകുന്നതും നിറയുന്നതും 1 സെക്കൻഡിന് താഴെയുള്ള സമയം കൊണ്ട്. 3 ലക്ഷം വർഷം എവിടെ കിടക്കുന്നു, 1 സെക്കൻഡ് എവിടെ കിടക്കുന്നു? 1 സെക്കൻഡ് കൊണ്ട് മാത്രമാണ് ഇത് സംഭവിക്കുന്നത്. സഡൻലി അബ്രപ്റ്റ്ലി സംഭവിച്ച എന്തൊക്കെയോ ആണ് എന്നൊന്ന് പറയാം. രണ്ടായാലും ആ സൃഷ്ടി നടന്നുകൊണ്ടിരിക്കുന്ന സമയം പിതാവും പുത്രനും ചേർന്ന് സൃഷ്ടി ചെയ്യുമ്പോൾ യേശു ക്രിസ്തു അവിടെ ശില്പിയായിരുന്നു എന്ന് കാണുവാൻ കഴിയും. അബ്രഹാമിനെ കുറിച്ച് പഠിക്കുമ്പോൾ ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായൊരു നഗരത്തിനു വേണ്ടി അബ്രഹാം നോക്കി പാർത്തുവെന്ന് കാണാം. ദൈവം ശില്പിയായി നിർമ്മിച്ച കൂട്ടത്തിൽ അബ്രഹാമിൻ്റെ കാര്യമൊക്കെ അന്നേ കണ്ടു. അബ്രഹാമിൻ്റെ കാര്യവും തൻ്റെ മക്കളുടെ കാര്യവും നമ്മളൊക്കെ ആ കൂട്ടത്തിൽ പെടുന്നതാണ്. അന്നേ കണ്ടു. പിതാവാം ദൈവത്തിന് പുത്രനായിരുന്നു തൻ്റെ വിനോദമെങ്കിൽ പ്രമോദമെങ്കിൽ, പുത്രനും പിതാവിൻ്റെ സന്നിധിയിൽ വിനോദിച്ചു കൊണ്ടിരുന്നുവെങ്കിലും പുത്രൻ്റെ ഹൃദയത്തിൻ്റെ അങ്ങേയറ്റത്തെ ഇംഗിതം മനുഷ്യപുത്രന്മാരോടുകൂടെ ആയിരുന്നു. എൻ്റെ പ്രമോദം മനുഷ്യപുത്രന്മാരോടുകൂടെ ആയിരുന്നു. എന്ന് ഈ ഭൂമിയിൽ അവതരിക്കും, എന്ന് ഇവിടെ നിന്നൊരു വിഭാഗത്തെ വീണ്ടെടുക്കും, എന്ന് ഇവിടെ നിന്നൊരു വിഭാഗത്തെ താൻ ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ ഭവനങ്ങളിലേക്ക് ചേർക്കും എന്ന് താൻ ചിന്തിച്ചുകൊണ്ടിരുന്നു. ഒരളവിൽ ഞാനാകുന്നവൻ ഞാനാകുന്നുവെന്ന് മോശയോട് പറഞ്ഞ പ്രസ്താവനയോട് ഇത് വളരെ താതാത്മ്യപ്പെടുന്നുണ്ട്. സൃഷ്ടിയുടെ ആരംഭമാണ്, അന്തം വരെ കണ്ടവനാണ്, ആദിയാണ്, അന്തമാണ്, സകലത്തിൻ്റെയും സാക്ഷിയാണ്, സത്യവാനാണ്, നീതിമാനാണ്. ഈ പ്രസ്താവനകളെല്ലാം കൂടെ ചേർത്താൽ ഞാനാകുന്നവൻ ഞാനാകുന്നുവെന്ന് മോശയോട് പറഞ്ഞ ആ പ്രസ്താവനയോട് ഇത് ഏറെക്കുറെ താതാത്മ്യത സൂക്ഷിക്കുന്ന മറ്റൊരു പ്രസ്താവനയാണ്. ആമേൻ എന്നുള്ളത് പറയുന്നത്, ആമേൻ എന്ന് പറഞ്ഞാൽ അപ്രകാരം തന്നെയെന്ന്. സകലത്തിൻ്റെയും ലാക്കും കാരണഭൂതനുമായ ക്രിസ്തു ആമേൻ എന്നൊരു പേരും കൂടെ ഇട്ടതുകൊണ്ട് അല്ലെങ്കിൽ എടുത്തതുകൊണ്ട് അതിൽ തെറ്റൊന്നുമില്ല, അതിനകത്ത് യാതൊരു അപാകതയുമില്ല എന്ന് കാണുവാൻ കഴിയും. എന്തൊക്കെ പറയുന്നു, ഇതെല്ലാം കൂടെ കൂടിച്ചേർന്നതാണ് ഞാൻ ആകുന്നവൻ ഞാനാകും എന്ന ആ പ്രസ്താവന. ആ പ്രസ്താവന ഇതിൻ്റെ അകത്തെ ഘടകങ്ങളായി മാറും. വേറൊരു ഭാഗത്തിൽ പറഞ്ഞാൽ ഇന്നത്തെ വലിയ പ്രസ്താവനയുടെ ഘടകങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഉരുക്കി തെളിച്ചെടുത്ത ഒന്നാണ് ഒരൊറ്റ പ്രസ്താവന. മോശേ, ഞാൻ ആരാണെന്ന് അങ്ങേക്ക് അറിയണമോ? ഞാനാകുന്നവൻ ഞാനാകുന്നു. അതിലധികം ഒരു പേര് പറയുവാൻ തൽക്കാലം കഴിയുകയില്ല. നാലാമതായി, നിന്നെക്കുറിച്ചുള്ള എൻ്റെ അറിവ് അഥവാ നിൻ്റെ പ്രവൃത്തിയിൽ നിന്നും എനിക്ക് മനസ്സിലാകുന്നത് എന്ത്? ഒന്ന്, ഞാൻ പട്ടണത്തെക്കുറിച്ചൊരു കൊച്ചു വിശദീകരണം പറഞ്ഞു. 2, ഇതാരെയാണ് അഡ്രസ്സ് ചെയ്യുന്നത് പറഞ്ഞു. 3, യേശുവിൻ്റെ സെൽഫ് ഇൻട്രഡക്ഷനെ കുറിച്ച് പറഞ്ഞു. ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറയുന്ന ഏറെക്കുറെ അതേ സെൽഫ് ഇൻട്രഡക്ഷനാണ്. അതേ സമയത്ത് ഞാൻ നിന്നെക്കുറിച്ച് അറിയുന്നവനാണ്. 4-മതായിട്ട് ഞാനത് എടുത്തു പറയുകയാണ്. ഞാൻ നിന്നെക്കുറിച്ച് അറിയുന്നവനാണ്, നിൻ്റെ പ്രവൃത്തി എനിക്ക് അറിയാവുന്നു, അതിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത്. ആ 15-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു. നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. നീ വെറും തന്നിഷ്ടം മാത്രം ചെയ്ത് നടക്കുന്നവനല്ല എന്ന് പറഞ്ഞാൽ വെറും തണുപ്പനല്ല. നീ എൻ്റെ വചനം കൂടെ കാക്കുന്നുണ്ട്, എൻ്റെ ഇഷ്ടം കൂടെ നീ തേടുന്നുണ്ട്. നീ അങ്ങനാണെങ്കിൽ ഉഷ്ണവാനായിരുന്നെങ്കിൽ നന്നായിരുന്നു. എൻ്റെ ഇഷ്ടം മാത്രം തേടുകയും എൻ്റെ ഇഷ്ടം മാത്രം ചെയ്യുന്നു, അതുമല്ല നീ. നിനക്ക് ഇത് രണ്ടും കൂടെ ഒന്ന് ചെടകലർത്തി കൊണ്ടുപോകാനാണ് താല്പര്യം. തന്നിഷ്ടവുമുണ്ട്, ദൈവ ഇഷ്ടവുമുണ്ട്. സത്യമായും ആലോചിച്ചാൽ ഇന്നത്തെ തലമുറ അതല്ലേ. ഞാൻ ആത്മീയ തലമുറയെക്കുറിച്ചാണ് പറയുന്നത്. ദൈവത്തെ വേണ്ട എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു വിഭാഗമുണ്ട്. എനിക്ക് ദൈവം മാത്രം മതി, ദൈവത്തെ മാത്രം വേണം എന്ന് പറഞ്ഞ് ജീവിക്കുന്നവരുടെ ഇടയിലേക്ക് ഇറങ്ങിയാൽ ഒരുപാട് തന്നിഷ്ടങ്ങൾ അവരുടെ ഇടയിൽ കാണാറുണ്ട്. യുവർ ഇൻ്റർപ്രിട്ടേഷൻ ഈസ് ഡിഫറെൻറ്റ്. ഞാൻ ഓർക്കുന്നുണ്ട്, ഇന്ന് ട്രിനിഡാഡിൽ ഞാൻ ചെല്ലുന്ന സമയത്ത്, ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ ആ സ്ഥലത്ത് ഞാൻ ചെല്ലുന്നിടത്ത് എന്തുകൊണ്ട് ദൈവം എന്നെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോയി? സത്യമായും കേരളത്തിലെ ഒരു കൊച്ചു കുഗ്രാമത്തിൽ ജനിച്ച ഒരു സാധാരണക്കാരനായി ജനിച്ച എനിക്ക് അതുപോലെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ചെന്നു പറ്റുന്നതും ആളുകളുമായി കാണുന്നതും ഒക്കെ ദൈവത്തിൻ്റെ മുൻനിർണയത്തിൽ ഉണ്ടായിരുന്നതിനായി സ്തോത്രം. ചെറിയ പ്രായത്തിൽ ഞാൻ യേശുവിനെ അനുസരിച്ച് ഇറങ്ങി വരുന്ന സമയത്ത് പലപ്പോഴും ദൈവവചനത്തിൽ നിന്ന് ചില വാക്യങ്ങൾ എന്നോട് ഇടപെടുമായിരുന്നു. ഞാൻ നിന്നെ ഭൂമിയുടെ ഉന്നതങ്ങളിൽ നടകൊള്ളുമാറാക്കും. രാജാക്കന്മാർ നിൻ്റെ പോറ്റപ്പന്മാരും അവരുടെ ഭാര്യമാർ നിൻ്റെ പോറ്റമ്മമാരും ആയിരിക്കും.
നീ രാജാക്കന്മാരുടെ മുല കുടിക്കും എന്നിങ്ങനെ അനേക അനുഗ്രഹത്തിൻ്റെ പദങ്ങൾ, അങ്ങ് ആഴത്തിലുള്ള അനുഗ്രഹത്തിൻ്റെ പദങ്ങൾ പറഞ്ഞു. ഞാൻ നിന്നെ ഭൂമിയുടെ ഉന്നതങ്ങളിൽ വാഹനമേറ്റി യാത്ര ചെയ്യുമാറാക്കും എന്നൊക്കെ പറഞ്ഞതിൻ്റെ നിവൃത്തീകരണം കൂടെ ആയിരിക്കാം അതുപോലുള്ള പല രാജ്യങ്ങളിലും പോയത്. ട്രിനിഡാഡ് ഞാൻ ചെല്ലുമ്പോൾ ഒരു പാസ്റ്റർ സാംലാലിനെ കണ്ടു. അദ്ദേഹം പാസ്റ്ററാണ്. ട്രിനിഡാഡിൻ്റെ പ്രത്യേക ശൈലിயின் പ്രകാരം ഒരു വ്യക്തിയുടെ കീഴിൽ ഒന്നിലധികം സഭകൾ, എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ അന്നത്തെ കണക്കിൽ 7 സഭകൾ സ്വന്തമായി ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ഒരു ബിഷപ്പ് എന്ന് വിളിക്കും. ഒന്നുമില്ലാത്തവരെ നമ്മൾ ബിഷപ്പ് എന്ന് വിളിക്കാറുണ്ട്. ഒരു അധ്യക്ഷൻ എന്നുള്ള അർത്ഥമേ ആ പദത്തിനുള്ളൂ. അതുകൊണ്ട് ആരെ വിളിച്ചാലും അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്ന ആളാണെങ്കിൽ ബിഷപ്പ് എന്ന് പറയുന്നതിനകത്ത് യാതൊരു തെറ്റുമില്ല. പക്ഷേ അന്നത്തെ ട്രിനിഡാഡിൻ്റെ സാഹചര്യം അനുസരിച്ച് സ്വന്തമായി ഒരു 7 സഭകളെങ്കിലും സ്ഥാപിച്ചിട്ടുള്ള ഒരാൾ, അദ്ദേഹത്തിൻ്റെ കീഴിലെ 7 സഭകൾ ഉണ്ടെങ്കിൽ സ്വയം ബിഷപ്പ് എന്ന് വിളിക്കാറുണ്ട്, സഭ അങ്ങനെ വിളിക്കാറുണ്ട്. അങ്ങനത്തെ ഒരു ബിഷപ്പായിരുന്നു ബിഷപ്പ് സാംലാൽ. ഇന്ത്യൻ ഒറിജിനാണ് അദ്ദേഹത്തിന്. ഇന്ത്യൻ ബാക്ക്ഗ്രൗണ്ടാണ് കൂടുതൽ. അവർക്ക് ആർക്കും ഒരു പ്രോപ്പർ ഒറിജിൻ ഒന്നുമില്ല. അപ്പൻ ഒരു ജാതിയാണെങ്കിൽ അമ്മ വേറൊരു ജാതിയായിരിക്കും, അപ്പന് ഒരു വംശജനാണെങ്കിൽ അമ്മ വേറൊരു വംശജയായിരിക്കാം, ഇങ്ങനെയൊക്കെയുണ്ട്. എന്നാൽ അതിനേക്കാൾ കൂടുതൽ ഇന്ത്യൻ ഒറിജിൻ കൂടുതലുള്ള ഒരു വ്യക്തിയായിരുന്നു സാംലാൽ. അദ്ദേഹം എന്നോട് വളരെ ദുഃഖത്തോടുകൂടെ പറഞ്ഞു, പാസ്റ്ററേ, ഏക ഭാര്യയും ഏക ഭർത്താവുമായി ജീവിക്കുന്ന ട്രിനിഡാഡിലെ ഉപദേശിമാർ തീരെ കുറവാണ്, എണ്ണത്തിൽ വളരെ കുറവാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം ഒരാളെ അങ്ങനെ ഉള്ളൂ. അങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞില്ല. കാര്യം ഏലിയാവ് ഒരിക്കൽ പറയുന്നുണ്ട്, ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചു, ബാക്കി എല്ലാവരും ബാലിന് മുട്ടുമടക്കി എന്ന് പറയുമ്പോൾ കർത്താവ് തിരിച്ചൊരു മറുപടി പറയുന്നുണ്ട്, അല്ല ഏലിയാവേ, 7000 എണ്ണമുണ്ട്, നീ അറിയാതെ. അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് തമ്മിൽ അറിയാൻ മാർഗമില്ല, അതുകൊണ്ട് മാത്രം. ഓക്കെ, അതുപോലെ ഇരിക്കട്ടെ. സാംലാൽ എന്നോട് പറഞ്ഞത്, ബിഷപ്പ് സാംലാൽ എന്നോട് പറഞ്ഞത്, ഏക ഭാര്യയും ഏക ഭർത്താവുമായി കഴിയുന്ന ഏക പെന്തക്കോസ്ത് പാസ്റ്റർ ഞാനാണ്. അല്ലാതെ ഇവിടെ ഉള്ളവരെല്ലാം വ്യത്യസ്ത തർജ്ജമകളാണ് അവർക്ക്. 1 വൈഫ് അറ്റ് എ ടൈം എന്ന് വരെ പറയുന്നവരുണ്ട്. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. അത്ര മോശമായി വരെ ചിന്തിക്കുന്നവരുണ്ട്. 1 വൈഫ് അറ്റ് എ ടൈം എന്ന് ചിന്തിക്കുന്നവർ വളരെ ഉണ്ട്. അങ്ങനെയുള്ള ഒരുപാട് തർജ്ജമകളാണ്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നിനക്ക് എൻ്റെ ഇഷ്ടം അനുസരിക്കണം, നീ പെന്തക്കോസ്ത് തന്നെ നിന്നേ പറ്റൂ. പക്ഷേ നിൻ്റെ വ്യാഖ്യാനം മറ്റേതാ, അപ്പോൾ അങ്ങനെയും കൂടെ പോയേ പറ്റൂ. നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നെങ്കിൽ നന്നായിരുന്നു. ഇത് രണ്ടെങ്കിലും ഏതെങ്കിലും ഒന്നായിരുന്നെങ്കിൽ നന്നായിരുന്നു. മലയാളത്തിൽ പറയാറുണ്ട്, കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ. എൻ്റെ വായിലൊരു സാധനമുണ്ട്, തുപ്പാൻ ഒരുക്കുമ്പോൾ അതിന് തണ്ട മധുരം പോലെ തോന്നും, എന്നാൽ ഇറക്കാമെന്ന് തോന്നുമ്പോൾ അതിന് തണ്ട കയ്പെന്ന് തോന്നും. എനിക്കറിഞ്ഞൂടെ എന്താണെന്ന്. മെഡിക്കൽ സയൻസ് അറിയാമെന്ന് പറയുന്നതിൽ ഒരാൾ പണ്ടൊരിക്കൽ എന്നോട് പറഞ്ഞത് ഓർമ്മയുണ്ട്. വായുടെ മുൻഭാഗത്തുള്ളത് മധുരം തിരിച്ചറിയുന്ന ടേസ്റ്റ് ബഡ്സും, അതുകൊണ്ട് തുപ്പാൻ വരുമ്പോൾ, വായുടെ തുമ്പത്ത് വരുമ്പോൾ മധുരമെല്ലാം തിരിച്ചറിയും, മധുരം തുപ്പുമ്പോൾ മധുരവും. വായുടെ പിൻഭാഗത്തുള്ള ടേസ്റ്റ് ബഡ്ഡുകൾ കയ്പ് തിരിച്ചറിയുന്ന ഭാഗം ഇറക്കാൻ തുടങ്ങുമ്പോൾ കയ്പും തോന്നും. രണ്ടായാലും ഏറെക്കുറെ ഇതിനോട് സാമ്യമുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് യേശു പറഞ്ഞത്, നീ ശീതവാനായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു, ഉഷ്ണവാനായിരുന്നേലും കുഴപ്പമില്ലായിരുന്നു. ഇത് രണ്ടുമല്ല, ശീതോഷ്ണവാനാകയാൽ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമിന്ന് കളയും. അതുകൊണ്ട് കയ്പും ഇതും അല്ലാത്തത് കൊണ്ട് വെച്ചുകൊണ്ടിരിക്കുമെന്നല്ല പറഞ്ഞത്, ഞാൻ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമിന്ന് കളയും എന്ന് പറയുന്നുണ്ട്. മലയാള സ്റ്റേറ്റ്മെൻറ്റിനോടൊക്കെ അതിൽ ഒത്തിരി ബന്ധമുണ്ടെന്ന് മാത്രം ഞാൻ എടുത്തോർപ്പിച്ചെന്നുള്ളതേ ഉള്ളൂ. ഞാൻ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമിന്ന് കളയും, നിന്നെ എനിക്ക് സഹിക്കാൻ പ്രയാസമാണ്. ഇവിടെ വായിൽ നിന്ന് ഉമിന്ന് കളയും എന്നതിന് ഞാൻ മറ്റൊരർത്ഥം കൂടെ കൊണ്ടുവരട്ടെ. ആ അർത്ഥം തന്നെയല്ല, ഒരർത്ഥം കൂടെ കൊണ്ടുവരട്ടെ. സഭ ദൈവസന്നിധിയിൽ എത്തുമ്പോൾ സഭയ്ക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്ന ഒരാളാണ് യേശു. തൻ്റെ പിതാവിനോട് തൻ്റെ സഭയ്ക്ക് വേണ്ടി താൻ എന്നും മധ്യസ്ഥത ചെയ്യും. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം യേശുക്രിസ്തുവിൻ്റെ മഹാപുരോഹിത പ്രാർത്ഥനയാണ്, അല്ലെങ്കിൽ മധ്യസ്ഥത ചെയ്യുന്ന പ്രാർത്ഥനയിലൊന്നാണ്. അതിനകത്ത് കർത്താവെ, നാം ഒന്നായിരിക്കുന്നത് പോലെ അവരെ നമ്മിൽ ഒന്നാക്കണമെന്നൊക്കെ പറഞ്ഞ് നമുക്ക് വേണ്ടി ദിനം ദിനം പക്ഷപാതം ചെയ്യും. യേശു പറഞ്ഞായിരുന്നു, ഒരു തോട്ടത്തിനകത്ത് തോട്ടക്കാരൻ ചെന്ന്, ഉടമസ്ഥൻ ചെന്ന് അവിടെ ജോലി ചെയ്യുന്ന തോട്ടക്കാരനോടുകൂടെ സഞ്ചരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നൊരു പദമുണ്ട്, ഈ വർഷം ഫലം തരാഞ്ഞതുകൊണ്ട് വെട്ടിക്കളക എന്ന് യജമാനൻ പറയുമ്പോൾ, ഇല്ല കർത്താവേ, ഇല്ല യജമാനനെ, 1 വർഷം കൂടെ എനിക്ക് തരിക, ഞാനതിന് വളമിട്ട് നോക്കട്ടെ, ഞാനതിൻ്റെ ചുറ്റും കിളച്ച് നോക്കട്ടെ, വെള്ളം തളിക്കട്ടെ, അത് ഒരു പക്ഷേ വരുന്ന വർഷം ഫലം കായ്ക്കുമോ എന്ന് നോക്കാം എന്ന് പറയുന്ന ഒരു ജോലിക്കാരനെ കുറിച്ച് യേശു സംസാരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പിതാവിൻ്റെ മുമ്പിൽ എന്നും പക്ഷപാതം ചെയ്യുകയും എനിക്കും നിങ്ങൾക്കും വേണ്ടി താൻ വാദിക്കുകയും ചെയ്യുന്നവനാണ്. ഇനി ഇതെല്ലാം കഴിഞ്ഞ് സഭ മധ്യാകാശത്തിൽ യേശുക്രിസ്തുവിനോട് ചേർക്കപ്പെട്ട് കഴിയുമ്പോൾ ദൂതന്മാർ വന്ന് ദൈവത്തോട്, യേശുവിനോട്, പിതാവിനോടും നമ്മോടും ചോദിക്കുന്ന ഒരു ചോദ്യം ഒരു പാട്ടുകാരൻ ഒരിക്കൽ ഇങ്ങനെ പാടിയത് എൻ്റെ ചെറിയ പ്രായത്തിൽ കേട്ടത് ഓർമ്മയുണ്ട്.
ആരിവർ ആരിവർ രാജനോടൊപ്പമായി. ഇവരാരാണ് രാജാവിനോടൊപ്പമായി പന്തിയിരിപ്പതാം ദൈവസഭ? ഈ ചോദ്യം ദൂതന്മാരും സ്വർഗത്തിലെ മൂപ്പന്മാരും വന്ന് ചോദിക്കുമ്പോൾ യേശു പറയുന്നൊരു മറുപടിയായി അന്ന് ദൈവദാസൻ എഴുതിയത് ഇങ്ങനെയാണ്: ഏറിയ കഷ്ടങ്ങളിലൂടെ വരുന്നവരും കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കികൾ അലക്കിയവരാണെന്നും, വെളിപ്പാട് പുസ്തകത്തിലെ വിശദീകരണം തന്നെയാണ്. കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കികൾ അലക്കിയവരാണെന്നും പുത്രനായ തമ്പുരാൻ നമ്മെക്കുറിച്ച് സാക്ഷ്യം പറയുന്ന ഒരു രംഗമുണ്ട്. അതിനൊന്നും ഞാൻ അവസരം എടുക്കത്തില്ല. നിൻ്റെ കാര്യം വരുമ്പോൾ ഞാൻ വിട്ടുകളയും എന്നൊരർത്ഥം അതിനുണ്ട്. നിന്നെക്കുറിച്ച് ഞാൻ പിതാവിൻ്റെ മുമ്പിൽ പക്ഷപാതം ചെയ്യത്തില്ല. നിന്നെ ഞാൻ ഒരിക്കലും എൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ ഏറ്റുപറയുകയില്ല. യേശു അതിനെക്കുറിച്ചൊരു സൂചന പറയുന്നുണ്ട്. വ്യഭിചാരവും കോട്ടവുമുള്ള ഈ തലമുറയിൽ ആരെങ്കിലും എന്നെയും എൻ്റെ വചനത്തെയും കുറിച്ച് ലജ്ജിച്ചാൽ യേശു തൻ്റെ മഹത്വത്തിൽ വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ അവനെക്കുറിച്ച് ഞാനും ലജ്ജിക്കും. ഈ പദങ്ങളെല്ലാം ചേർത്ത് വെക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ നമുക്കൊരർത്ഥം പൂർത്തീകരിക്കത്തുള്ളൂ. നീ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നത്. രണ്ടുമല്ലാത്തതിനാൽ ഞാൻ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമിന്ന് കളയും. നിന്നെക്കുറിച്ച് ഞാൻ സംസാരിക്കുകയില്ല. നിന്നെ ഞാൻ ഇനി ഐ വിൽ നോട്ട് ചൂ യു, ഐ വിൽ നോട്ട് എൻജോയ് വിത്ത് യു. എനിക്ക് നിന്നോട് ഇനി വലിയ ബന്ധം കാണത്തില്ല, നിന്നെ ഇനി ഞാൻ കൊണ്ടു നടക്കത്തില്ല എന്നൊക്കെ ഈ പറയുന്ന വാക്കുകൾക്ക് അർത്ഥമുണ്ട്. അതിൻ്റെ അർത്ഥം ആരെയെങ്കിലും തള്ളിയെന്നല്ല ഞാൻ പറഞ്ഞത്. തള്ളാനുള്ള സാധ്യത ഓരോ സെക്കൻഡിലും ഉണ്ട് എന്ന് ഓർമ്മിപ്പിക്കുക. ഇനിയും യേശു ഈ സഭയെ അറിയാമെന്ന് പറഞ്ഞു. നിൻ്റെ പ്രവൃത്തികൾ കൊണ്ട് എനിക്ക് തന്നെ അറിയാം, നീ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല. ഈ സഭയുടെ പ്രധാന പ്രശ്നം 17-ാം വാക്യമാണ്. ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യവാനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്ന് അറിയാതിരിക്കയാൽ. 7-ാം സഭയുടെ അതിപ്രധാന പ്രശ്നം ഇവിടെയാണ്. ഒന്ന്, ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, നിശ്ചയമായിട്ടും പ്രധാനമാണ്. എന്നാൽ അതിപ്രധാനമായ പ്രശ്നം നിനക്കിത് സ്വയം അറിയത്തുമില്ല. 17-ാം വാക്യമാണ് 3-ാം അധ്യായത്തിൻ്റെ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യമാണ്. ഞാൻ ധനവാൻ, ഞാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യവാനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്നറിയാതിരിക്കയാൽ. നമുക്ക് പലതും ഇല്ലാത്തതൊക്കെ ഉണ്ടെന്ന് തോന്നും. വലിയ ദൈവകൃപയുണ്ടെന്ന് തോന്നും, വലിയ കരുണയുള്ളവരാണ് നമ്മളെന്ന് തോന്നും, വലിയ വിശാല മനസ്കതയുള്ളവരാണെന്ന് തോന്നും, ആത്മീയത്തിൽ തികഞ്ഞവരാണെന്ന് തോന്നും. അല്ല, ഞാൻ ധനവാനാണ് എന്ന് തോന്നും. അല്ല കുഞ്ഞെ, നീ ധനവാനല്ല, നീ ദരിദ്രനാ, നീ അരിഷ്ടനാ, നിനക്ക് മുട്ടുള്ളവനാ. ഇത് നീ അറിയുന്നില്ല. ഇത് കാണാതെ വണ്ണം നിൻ്റെ ഹൃദയ കണ്ണുകൾ കുരുടായിപ്പോയി. ഈ ലോകത്തിൻ്റെ പ്രഭു അവരുടെ കണ്ണ് കുരുടാക്കി കളഞ്ഞുവെന്ന് യേശു പറയുന്ന ഒരു സംഭവവും മറക്കരുത്. ഈ ലോകത്തിൻ്റെ പ്രഭു കണ്ണ് കുരുടാക്കിയതാണ്. അങ്ങനെ കുരുടായിപ്പോയ കണ്ണുകളാണ്. ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യവാനും അരിഷ്ടനും ദരിദ്രനും കുരുടനും എന്ന് നഗ്നനും എന്ന് അറിയാതിരിക്കുക. റെമഡി എന്താണ്? റെമഡി എന്താണ്? കറക്ഷൻ എവിടെയാണ്? 5-ാമത്തെ കാര്യം കറക്ഷനുകളാണ്. കർത്താവ് നമ്മോട് പറയുന്നത് 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ കറക്ഷൻ കാണുവാൻ കഴിയും. നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്ന്. ഞാൻ ഈ 2 വാക്യങ്ങൾ അങ്ങ് വായിച്ചോട്ടെ, 2-3 വാക്യങ്ങൾ ഒന്നിച്ചങ്ങ് വായിച്ചോട്ടെ. നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും, നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ള ഉടുപ്പും, നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിലെഴുതുവാൻ ലേപവും, എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. നീ എന്നോട് വിലയ്ക്ക് വാങ്ങണം. അതുകൊണ്ടാണ് ഞാൻ ആ വാക്യം ഒന്നിച്ചു വായിച്ചത്. എനിക്ക് പ്രിയമുള്ളവരെയൊക്കെ ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കുക, മാനസാന്തരപ്പെടുക. ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. അത് 20-ാമത്തെ വാക്യമാണ്. 18-ാമത്തെ വാക്യത്തിൽ മടങ്ങി വരട്ടെ. നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്ന് എന്നോട് വിലയ്ക്ക് വാങ്ങുക. നാം ദൈവത്തോട് വിലയ്ക്ക് വാങ്ങൂ. രക്ഷ സൗജന്യമല്ലേ? നീതീകരണം കൃപയാലല്ലേ? ഇതെല്ലാം സൗജന്യമല്ലേ? അതെ. പിന്നെ എന്താ യേശു ഇവിടെ പറയുന്നത്? ഇതൊരു പ്രവാചകന്റെ വായിൽ നിന്ന് വരുന്ന പദമല്ല. ഞാൻ പറഞ്ഞായിരുന്നു വെളിപ്പാട് പുസ്തകത്തിലെ 7 ലേഖനങ്ങളുടെ പ്രത്യേകത. പഴയ നിയമ പ്രവാചകന്മാരുടെ കയ്യിൽ ദൈവം ഏൽപ്പിക്കുന്നത് അവരുടെ ബുദ്ധിയിൽ വന്നിട്ട് അവർ സ്വന്തം ബുദ്ധിയിൽ നിന്നും അവരുടെ വാക്കുകളിൽ അതിനെ ഉരുത്തിരിച്ച് അവരുടെ കൈപ്പടയിൽ സ്വന്തം വാക്കുകളാണ് എഴുതി വെക്കുന്നത്. ഹൃദയത്തിൽ ലഭിച്ച ആശയങ്ങൾ സ്വന്തം വായിൽ വാക്കുകൊണ്ട് എഴുതുകയാണ്. ഇവിടെ അതല്ല. തങ്കലിപികളിൽ എഴുതി തിളങ്ങുന്ന ഒരു ദൃശ്യം അവരുടെ മുമ്പിലോട്ട് കാണിച്ചു കൊടുക്കുക. നീ കാണുന്ന പകർത്തി എഴുതിയാൽ മതി.
നീ കാണുന്നത് ഈ സഭകൾക്ക് വേണ്ടി പകർത്തി എഴുതുക. ഇവിടെ ഒരു പ്രവാചകന്റെ ഒരു വാക്കിന് ആവശ്യമില്ല, യേശുവിൻ്റെ വാക്കാണ്. നീ എന്നോട് വിലയ്ക്ക് വാങ്ങുക. കർത്താവേ, അങ്ങയ്ക്ക് വില തരാൻ ഞങ്ങൾ ആരാ കർത്താവേ? പ്രപഞ്ചത്തിൻ്റെ യജമാനൻ, സർവസൃഷ്ടിയുടെയും ഉടമസ്ഥൻ, നിത്യതയിലെ ധനാഢ്യൻ, അങ്ങയ്ക്ക് വില തരാൻ ഞങ്ങളെ കൊണ്ട് കഴിയുമോ? തീയിൽ ഊതിക്കഴിച്ച പൊന്ന്, നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്ന് എന്നോട് വിലയ്ക്ക് വാങ്ങുക. ഈ പൊന്ന് തന്നെ വിലപ്പിടിപ്പുള്ളതാണ്, പക്ഷെ തീയിൽ ഊതിക്കഴിച്ച പൊന്നെന്ന് ഇവിടെ എടുത്തു പറയുന്നത്. എന്നോട് വിലയ്ക്ക് വാങ്ങുക. ഞാൻ വിലയ്ക്ക് വാങ്ങുക എന്നുള്ള വാക്കിൽ ആദ്യം വരട്ടെ. നീതീകരണം വില കൊടുക്കാതെ ലഭിക്കുന്നതല്ല. ക്രിസ്തീയ സമ്പത്ത് വില കൊടുക്കാതെ ലഭിക്കുന്നതല്ല. ഞാൻ രക്ഷിക്കപ്പെടേണ്ടതിന് ഒരു പ്രവൃത്തിയും വേണ്ട. ഞാൻ രക്ഷിക്കപ്പെടുന്നത് സൗജന്യമാണ്, വിശ്വാസത്താല, പരിശുദ്ധാത്മാവിനല്ല, ദൈവം എന്നെ വചനത്താൽ നീതീകരിച്ചതിനാല. പക്ഷെ അതുകൊണ്ട് പ്രതിഫലം ഒന്നുമില്ല. പ്രതിഫലം മുഴുവനും, പ്രതിഫലം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ അതാ. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾക്കോ തിരുമുമ്പിൽ കാഴ്ചവെക്കുന്നതിനോ പകരം കിട്ടുന്നതാണ് പ്രതിഫലം. കൃപാവരങ്ങൾ പ്രതിഫലങ്ങളാണ്. നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ പ്രതിഫലങ്ങളാണ്. നന്മകളിൽ പലതും പ്രതിഫലമാണ്. ഇവിടെ നീ തീയിൽ ഊതിക്കഴിച്ച പൊന്നെന്നോട് വിലയ്ക്ക് വാങ്ങുക. പലതും വിലയ്ക്ക് വാങ്ങണം. ഒന്ന്, തീയിൽ ഊതിക്കഴിച്ച പൊന്ന് എന്നോട് വിലയ്ക്ക് വാങ്ങുക. വില കൊടുക്കാതെ കിട്ടത്തില്ല. ക്രിസ്തീയ ലോകത്തിൽ വില കൊടുക്കുക എന്ന് പറയുന്നത് ത്യാഗം സഹിക്കുക, കഷ്ടം സഹിക്കുക, സ്വന്തം ഇഷ്ടത്തെ മാറ്റിവെച്ച് ദൈവ ഇഷ്ടം ചെയ്യുക. ലവദിക്കുക, നിന്റെ പ്രശ്നം ദൈവ ഇഷ്ടത്തോടൊപ്പം നിന്റെ ഇഷ്ടവും കൂടെ നീ പൊക്കിക്കൊണ്ടുവരിക. ദൈവം കൽപ്പിക്കുന്നത് മാത്രമല്ല, നിനക്ക് തോന്നുന്നത് കൂടെ നീ ചെയ്യുന്നവനാ. ഞാൻ പലപ്പോഴും അങ്ങനെയുള്ള ആളുകളെക്കുറിച്ച് പറയാറുണ്ട്. നിനക്ക് തോന്നുന്നതും കൂടെ നീ ചെയ്യുന്നയാളാ. ലാസറിൻ്റെയും ധനവാന്റെയും ഉപമ പറയുന്ന കൂട്ടത്തിൽ യേശു പറയുന്ന ഒരു പദമുണ്ട്. അബ്രഹാം പിതാവിനോട് ധനവാൻ പറയുന്നതാണ്. അബ്രഹാം പിതാവേ, എൻ്റെ വീട്ടിലേക്ക് ലാസറിനെ അയക്കണം. ലാസറിൻ്റെ വീട്ടിൽ പോയി സാക്ഷ്യം പറയുന്നെങ്കിൽ എൻ്റെ സഹോദരന്മാരെല്ലാം മാനസാന്തരപ്പെടും. അന്ന് അബ്രഹാം പറയുന്നൊരു മറുപടിയുണ്ട്. യേശുവിൻ്റെ വാചകങ്ങളിലാണ് പറയുന്നത്. Thou hast done, received thy good things in thy lifetime. മലയാളത്തിൽ നിന്റെ ആയുസ്സിൽ നന്മയായതും ലാസറവണ്ണം തിന്മയായതും പ്രാപിച്ചു എന്നാണ് എഴുതിയത്. പക്ഷേ കിങ് ജെയിംസ് വെർഷൻ ഇംഗ്ലീഷ് ബൈബിളിൽ പറയുന്നത് Thou have received thy good things in thy lifetime. നിന്റെ ആയുസ്സിൽ നിനക്ക് നന്മയെന്ന് തോന്നിയത് മുഴുവനും നീ അനുഭവിച്ചവനാ. കള്ളു കുടിക്കാൻ പോകത്തില്ലായിരിക്കാം, അത് തെറ്റാണെന്നറിയാം. സിഗരറ്റ് വലിക്കാൻ പോകത്തില്ലായിരിക്കാം, അത് തെറ്റാണെന്നറിയാം. പക്ഷെ സ്നാനപ്പെട്ടിട്ടില്ലായിരിക്കാം, അത് നല്ലതാണെന്ന് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ വേണ്ടതുപോലെ ദൈവകൃപയെ ആസ്വദിച്ചില്ല. അത് വേണ്ടാന്ന് എനിക്ക് തോന്നി, ഇത്രയൊക്കെ മതിയെന്ന് എനിക്ക് തോന്നി. നിനക്ക് നല്ലതെന്ന് തോന്നിയത് മാത്രം നീ ചെയ്തവനാ. നീ വില മുടക്കിയവനല്ല, സൗജന്യമായി മാത്രം ലഭിച്ചതാ. തീയിൽ ഊതിക്കഴിച്ച പൊന്ന് എന്നോട് വിലയ്ക്ക് വാങ്ങുക. തീയിൽ ഊതിക്കഴിക്കുക എന്ന് പറയുന്നത് ശോധനയുടെ കഠിനതയെ കാണിക്കുന്നത്. പൊന്ന് തീയിൽ ഊതിക്കഴിക്കുന്നത് പോലെ, വെള്ളി തീയിൽ ഊതിക്കഴിക്കുന്നത് പോലെ കഠിന ശോധനയിലൂടെ ഞാൻ കടത്തിവിട്ട് ഞാൻ അവരെ മാന്യരായി തെളിയിക്കും എന്ന് കർത്താവ് പറഞ്ഞു. ജീവിതത്തിൽ കഷ്ടം സഹിപ്പാൻ കൃപ ലഭിച്ചവർക്കായി സ്തോത്രം. ക്രിസ്തുവിൻ്റെ നാമനിമിത്തം അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണിയതിൽ അവർ ഭാഗ്യവാന്മാരെന്ന് അപ്പോസ്തലന്മാരെ കുറിച്ച് പറയുന്നത് കാണാം. ക്രിസ്തുവിന് വേണ്ടി അപവാദം സഹിപ്പാൻ തങ്ങളെ യോഗ്യരായി എണ്ണിയതിൽ അവർ സന്തോഷിച്ചുവെന്ന് പുതിയ നിയമം കാണിക്കുന്നു. വില കൊടുത്തു വാങ്ങുന്നവർക്കായി സ്തോത്രം. 7-ാം സഭയുടെ പ്രത്യേകത, അവർ ശീതവാനും ഉഷ്ണവാനുമല്ല. അവരുടെ സ്വന്തം ഇഷ്ടങ്ങൾ നിലനിർത്തിക്കൊണ്ട് ബാക്കി വില മുടക്കാൻ തയ്യാറല്ലാതെ കർത്താവിൻ്റെ ഉപദേശങ്ങളും പാലിക്കും. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുന്നവരാണ്. അതുകൊണ്ട് 18, നീ സമ്പന്നനാകേണ്ടതിന്, 18-ാം വാക്യം, നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും. 2, നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ള ഉടുപ്പും എന്നോട് വിലയ്ക്ക് വാങ്ങുക. വെള്ള ഉടുപ്പ് യഥാർത്ഥത്തിൽ കളറിനെ കുറിച്ചല്ല പറയുന്നത്. ഞാൻ കഴിവുള്ളിടത്തോളം ദൈവവചന ശുശ്രൂഷയുടെ മധ്യത്തിൽ വെള്ളയാണ് ഉപയോഗിക്കുന്നത്. ഇന്നും വെള്ളയാണ് ഉപയോഗിച്ചത്. പക്ഷേ തണുപ്പ് കാരണം ഞാൻ ഒരു സ്വെറ്റർ ഇട്ടു. അതിൻ്റെ അർത്ഥം ഞാൻ കറുപ്പ് ഉപയോഗിക്കുന്നവനല്ല. കഴിവുള്ളിടത്തോളം ഞാൻ വെള്ള ഉപയോഗിക്കുന്നവനാണ്, അല്ല ലൈറ്റ് കളേഴ്സ് ഉപയോഗിക്കുന്നയാളാണ്. നിനക്ക് നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ള ഉടുപ്പ്. ദൈവം ആഗ്രഹിച്ച വിശുദ്ധിയുടെ മാനദണ്ഡത്തിൽ വരുന്നതിനെയാണ് വെള്ള ഉടുപ്പ് എന്നവിടെ വിളിക്കുന്നത്.
ദൈവം ആഗ്രഹിച്ച വിശുദ്ധിയുടെ വേർപാടിൻ്റെ മാനദണ്ഡത്തിൽ വരുന്നത് വരെ അത് വെള്ളയാണെന്ന് ദൈവം അംഗീകരിക്കുന്നില്ല. നിന്റെ നഗ്നതയുടെ ലജ്ജ മറയണമെങ്കിൽ നീ വെള്ള ധരിച്ചേ പറ്റൂ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്ന ലെവൽ വരെ നീ വളർന്നേ മതിയാകും. ഞാൻ ഇതിനകത്ത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ശ്രേഷ്ഠ അപ്പോസ്തലന്മാരിൽ ഒരുവനായിരുന്ന വിശുദ്ധ പൗലൂസ് അദ്ദേഹം പറയുമ്പോൾ, ഞാൻ മാംസം ഭക്ഷിക്കുന്നത് എൻ്റെ കൂട്ടു സഹോദരന് ഇടർച്ചയാണെന്ന് തോന്നിയാൽ ഇന്നു മുതൽ ഞാൻ വെജിറ്റേറിയനെ കഴിക്കുകയുള്ളൂ, ഞാൻ ഇന്നു മുതൽ മാംസം ഉപേക്ഷിക്കും. എം എ വർഗീസിന് ഒരിക്കലും അത് പറയാൻ പറ്റത്തില്ല. നാച്ചുറലി അത് പറയാൻ ഒത്തിട്ടില്ല. നാച്ചുറലി അപ്പോസ്തലനായ പൗലൂസിൻ്റെ ലെവലിൽ ദൈവം എന്നെ ഒരിക്കലും എണ്ണത്തുമില്ല. നെവർ. എന്നെ മൂന്നാം സ്വർഗം വരെ കൊണ്ടുപോയിട്ടില്ല. അവിടെയുള്ള ദിവ്യദർശനങ്ങൾ എന്നെ കാണിച്ചിട്ടില്ല. ക്രിസ്തുവിനെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. ഒരുപാട് കാര്യങ്ങൾ പൗലൂസിനുണ്ടായ അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടില്ല. കാരണം അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാർക്ക് മാത്രം ലഭിക്കുന്ന അത്തരമുള്ള പ്രത്യേകതകൾ എനിക്ക് ലഭിച്ചിട്ടില്ല. എൻ്റെ വസ്ത്രം ദൈവസന്നിധിയിൽ ഇന്നും ആ തൂവെള്ളയല്ല. നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പ് നീ എന്നോട് വിലയ്ക്ക് വാങ്ങുക. 3, നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിൽ എഴുതുവാൻ ലേപം എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയും. നിനക്ക് കാഴ്ച ഉണ്ടെന്ന് നീ വാദിക്കുന്നു, സത്യം. പക്ഷേ ആത്മീയമായി ഇല്ല, നിനക്ക് കാഴ്ചയില്ല. അത് വേണമെങ്കിൽ ഒരു ലേപം നിന്റെ കണ്ണിൻ്റെ മേൽ പുരട്ടിയേ മതിയാകും. സാധാരണ കണ്ണുകൊണ്ട് കാണുന്നതിനേക്കാൾ ഒരല്പം വ്യത്യസ്തമായി മറ്റൊരു ലേപം നിന്റെ മേൽ പുരട്ടണം. നിന്റെ കണ്ണിൻ്റെ മേൽ ഇനിയൊരു ലേപം പുരട്ടണം. ആ ലേപത്തിന് വില കൊടുത്തേ മതിയാകും. ലോകം കാണുന്ന കാഴ്ചയല്ല ഞാൻ കാണുന്നത്. ഞാൻ വേറൊരു ആംഗിളിൽ അതിനെ ദർശിക്കേണ്ടതിന്, വേറൊരു മഹത്വത്തിൽ അതിനെ ദർശിക്കേണ്ടതിന്, വേറൊരു രൂപത്തിൽ അതിനെ ദർശിക്കേണ്ടതിന് എൻ്റെ കണ്ണിന്മേൽ ഒരു ലേപം പൂശുവാൻ ലേപത്തിന് വില കൊടുത്തേ മതിയാകൂ. സകലതിനും വില കൊടുക്കണം. 1, തീയിലൂതി കഴിച്ച പൊന്ന് നിന്നെ സമ്പന്നനാക്കേണ്ടതിന്. 2, വെളുത്ത വസ്ത്രം, വെള്ളവസ്ത്രം നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതിരിക്കേണ്ടതിന്. 3, കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിൻ്റെ മേൽ എഴുതുവാൻ ലേപം എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. ഒരാൾ ബുദ്ധി പറഞ്ഞു തരുന്നതെല്ലാം നമ്മൾ അംഗീകരിക്കണമെന്നില്ല. പക്ഷെ ദൈവത്തിന് ഇന്നൊരു ബുദ്ധി പറയാനുണ്ട്. എം എ വർഗീസേ, ഇന്നത് നിൻ്റെ ജീവിതത്തിൽ വേണം. മോനെ, വില കൊടുക്കാതെ ഇതൊന്നും കിട്ടത്തില്ലടാ, വില കൊടുക്കാതെ ഇതൊന്നും കിട്ടത്തില്ല. ഇതിൻ്റെ മണ്ടയ്ക്ക് ഒരു വില മുടക്കിയേ മതിയാകും. കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്ന ഭക്തന്മാരിൽ അനേകർ മുടക്കിയ വൻ വില നമുക്കറിയാം. കുടുംബങ്ങളിൽ നിന്ന് ഇറക്കി വിടുമ്പോൾ, നാടുകളിൽ നിന്ന് ഓടിക്കുമ്പോൾ, ഇന്നും വടക്കേ ഇന്ത്യയിലുള്ള ദൈവമക്കളിൽ പലരും സുവിശേഷത്തിന് വേണ്ടി ഊരുവിലക്ക് അനുഭവിക്കുമ്പോൾ, സ്വന്തം ഗ്രാമത്തിൽ കയറുവാൻ കഴിയാതെ, സ്വന്തം കിണറ്റിലെ വെള്ളം കോരി കുടിക്കുവാൻ അനുവാദമില്ലാതെ ഊരുവിലക്ക് അനുഭവിക്കുമ്പോൾ വില മുടക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. എനിക്ക് അവിടെ വില മുടക്കേണ്ടി വന്നിട്ടില്ല. വടക്കേ ഇന്ത്യയിലല്ലല്ലോ ഞാൻ ജനിച്ചു വളർന്നത്, വേറൊരു സാഹചര്യമാണ്. പക്ഷെ ഞാൻ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ നിശ്ചയമായും അനേകർ കൂക്ക് വിളിച്ചിട്ടുണ്ട്. ഇനിയും പലരും കൂക്ക് വിളിക്കും. കണ്ട മാസികകളും ജഡികമായി ലോകപ്രകാരം ചിന്തിക്കുന്നവരും യൂട്യൂബിൽ നിന്ന് 10 രൂപ കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ 1000 രൂപ കിട്ടാൻ വേണ്ടി ഉള്ള ചീത്തയെല്ലാം സുവിശേഷകന്മാരെ വിളിക്കുന്ന കൂട്ടത്തിൽ കൃത്രിമമായി എത്രയോ കാര്യങ്ങൾ പറഞ്ഞൊപ്പിച്ചതിൽ എന്നെപ്പോലെയുള്ള എത്രയോ പേരുടെ പേരുകളുണ്ട്. ഒന്നും ഞാൻ പറഞ്ഞിവിടെ വിശദീകരിക്കുകയല്ല. വില മുടക്കാത്ത ഒരാൾക്ക് പോലും ഈ നന്മകൾ ലഭ്യമല്ല. വില മുടക്കുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. ദൈവത്തിൻ്റെ ബുദ്ധി ഉപദേശം കേൾക്കുന്നവർക്കായി സ്തോത്രം. 19-ാമത്തെ വാക്യത്തിൽ, എനിക്ക് പ്രിയമുള്ളവരെ ഒക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. പ്രിയമുള്ള മക്കളെ ശാസിക്കും, പ്രിയമുള്ള മക്കളെ ശിക്ഷിക്കും. അപ്പനെങ്കിൽ ബാലശിക്ഷ ഉണ്ട്, ബാലശിക്ഷ ഇല്ലാത്തവൻ കവളിടയനാ. ശിക്ഷിക്കപ്പെടുന്ന ദൈവമക്കൾക്കായി സ്തോത്രം. കർത്താവിങ്കിൽ നിന്ന് ശിക്ഷ അനുഭവിക്കുന്നവർക്കായി സ്തോത്രം. എനിക്ക് പ്രിയമുള്ളവരെ ഒക്കെയും ഞാൻ ശാസിക്കും. ദൈവിക ശാസനകൾ ഏറ്റുവാങ്ങുന്നവർക്കായി സ്തോത്രം. ചില പരിസ്ഥലങ്ങളിൽ വെച്ച് സീനിയേഴ്സായ കർത്തൃദാസന്മാരുടെ ചെറിയ പ്രായത്തിൽ എന്നെ ശാസിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. കഴിവുള്ളിടത്തോളം വ്യക്തിപരമായി ഒരാളിനെ ശാസിക്കാതെ ഒരു പൊതു മീറ്റിങ്ങിൽ ഉപദേശം സത്യം പറഞ്ഞു വിടുക എന്നത് എൻ്റെ പൊതു തത്വമാണ്. എന്നാൽ വളരെ ബഹുമാനിക്കുന്നവരെയും സ്നേഹിക്കുന്നവരെയും ചുരുക്കം ചില സാഹചര്യങ്ങളിൽ നേരിട്ട് ശാസിക്കുവാനും കർത്താവ് എനിക്ക് കൃപ തന്നിട്ടുണ്ട്. ഞാൻ ആരെയും ശാസിച്ചെങ്കിൽ
അത് മനഃപൂർവ്വ വൈരാഗ്യം കൊണ്ടല്ല, മനഃപൂർവ്വ സ്നേഹം കൊണ്ടാണ് എന്ന് ദയവായി മറക്കരുത്. എനിക്ക് പ്രിയമുള്ളവരൊക്കെ ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ഞാൻ ആരെയും ശിക്ഷിച്ചിട്ടില്ല. എൻ്റെ ആയുസ്സിൽ ഒരുത്തരെ മുടക്കി അത് ഒഴിച്ചാൽ ഒറ്റ ഒരു വ്യക്തിയെ, 10,22,000 പേര് സഭയ്ക്കുണ്ട്. അതിനേക്കാൾ ഒത്തിരി കൂടുതലുമായി ബന്ധമുണ്ട്. ആരെയും മുടക്കാൻ കൃപയാൽ കർത്താവ് ഇടയാക്കിയിട്ടില്ല. കാര്യം ദൈവം എന്നെ ഏൽപ്പിച്ച സ്ഥാനം, എൻ്റെ വായിൽ നിന്നൊരു വാക്ക് വന്നാൽ, എൻ്റെ പെന്നിൽ നിന്നൊരു സിഗ്നേച്ചർ വന്നാൽ അതിൻ്റെ അർത്ഥവ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ട് അയോഗ്യമായി ഇതൊന്നും ഉപയോഗിപ്പാൻ ഇന്നുവരെ കർത്താവ് ഇടയാക്കിയിട്ടില്ല. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കുക. ദൈവസഭ ജാഗ്രതയുള്ളവരായിരിക്കട്ടെ. 7ാം സഭയോട് ദൈവം കൊടുക്കുന്ന ഗുണദോഷങ്ങളിൽ ഒന്നാണ്, ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കുക, മാനസാന്തരപ്പെടുക. മാനസാന്തരം എവിടെ തുടങ്ങിയതാ? രക്ഷിക്കപ്പെടുന്ന അന്ന് തുടങ്ങിയതല്ലയോ മാനസാന്തരം? മാനസാന്തരം കഴിഞ്ഞല്ലയോ സ്നാനപ്പെട്ടത്? വിശ്വസിക്കുകയും ചെയ്യുന്നവനല്ലയോ രക്ഷിക്കപ്പെടേണ്ടത്? അതെ, ആ രക്ഷിക്കപ്പെടേണ്ടതിന് വേണ്ടി 2 കർമ്മങ്ങൾ ഞാൻ അന്ന് ചെയ്തതാ. അതിനെ തുടർന്ന് മാനസാന്തരപ്പെട്ടുകൊണ്ടിരിക്കണം. ദൈനംദിന ജീവിതത്തിലെ മാനസാന്തരം, നാൾതോറുമുള്ള മാനസാന്തരം നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചേ മതിയാകുകയുള്ളൂ. 20ാം വാക്യത്തിൽ ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഈ വാക്യം പ്രധാന വാക്യങ്ങളിൽ ഒന്നാണ്. 1ാം സഭയോട് ലേഖനം പറയുമ്പോൾ 7 നക്ഷത്രം വലങ്കരയിൽ പിടിച്ചുകൊണ്ട് 7 നിലവിളക്കുകളുടെ നടുവിൽ നിന്നുകൊണ്ട് സഭയുടെ കേന്ദ്രബിന്ദുവായി നിന്നുകൊണ്ട് അരുളി ചെയ്യുന്നവനെന്ന് പറഞ്ഞുകൊണ്ട് സ്വയം പരിചയപ്പെടുത്തുന്ന യേശു ഇവിടെ വരുമ്പോൾ പറയുകയാണ്, പരിചയപ്പെടുത്തലിൻ്റെ കൂട്ടത്തിലല്ല, തൻ്റെ അനുഭവം തുറന്നു പറയുകയാണ്. ഞാൻ വാതിലിൻ്റെ പുറത്ത് നിന്ന് മുട്ടുകയാ. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ അകത്ത് വന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. യേശുവിന് സഭയ്ക്കകത്ത് വരുവാൻ ആശയുണ്ട്. വന്നാലും സഭയ്ക്കകത്തൊരു പൊതുസ്ഥലത്തിരിക്കുവാനല്ല. ആരൊക്കെയാണ് വാതിൽ തുറന്നു കൊടുക്കുന്നത് അവരോടൊപ്പം അത്താഴം കഴിക്കുവാൻ, അവരോടൊപ്പം ക്ലോസർ റിലേഷനിൽ വരുവാൻ സ്വർഗത്തിലെ ദൈവം താല്പര്യപ്പെടുകയാണ്. ഇന്ന് പകൽ നമ്മിൽ ഓരോരുത്തർക്ക് പറയാം, കർത്താവേ, എൻ്റെ ഹൃദയവാതിൽ ഞാൻ തുറക്കുകയാണ്, എൻ്റെ ജീവിതത്തിൻ്റെ വാതിൽ ഞാൻ തുറക്കുകയാണ്, ഞാൻ അങ്ങയോട് അടുക്കാൻ വരികയാണ്, ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഞങ്ങൾക്ക് 2 പേർക്കും തമ്മിൽ ഒരു ഫെലോഷിപ്പ് ഉണ്ട്, ഒരു ക്ലോസർ റിലേഷൻ ഉണ്ട്. ഇന്ന് പകൽ ആ റിലേഷൻ യേശു ആഗ്രഹിക്കുന്നു. 100 ആളുകൾ സഭയിൽ വരുന്നു പോകുന്നു. അതുപോലൊരു റിലേഷൻ മതിയോ എനിക്ക്? അല്ല, എനിക്ക് അതിനേക്കാൾ കൂടിയ ഒരു റിലേഷൻ വേണം. ഞാൻ അവനോടുകൂടെയും അവൻ എന്നോടുകൂടെയും അത്താഴം കഴിക്കും. 6ാമത്തെ പോയിന്റ്, പ്രതിഫലമെന്ത്? ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ആർക്കാണ് ഇത് പ്രതിഫലമുള്ളത്? ജയിച്ചവന് മാത്രം. ഒരുപാട് പോർക്കളത്തിൽ ഓടുന്നവർ ഒരുപാട് പേരുണ്ട്. ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരാകുന്നു, ബിരുദ പ്രാപിക്കുന്നവർ ഒരുത്തനേ ഉള്ളൂ. ജയിക്കുന്നവന് ഞാനൊരു ബിരുദം കൊടുക്കും. ജയിക്കുന്നവനെ ഞാൻ കൃപയിലേക്ക് നടത്തും. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. അതെങ്ങനെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നത്? അതിനകത്തൊരു ചെറിയ വ്യത്യാസമുണ്ട്. ഞാൻ എൻ്റെ ഓഫീസിൽ, എനിക്കൊരു ഓഫീസൊന്നും ഇല്ല, ഒരു മുറിയുണ്ട്. ആ മുറിക്കകത്ത് ഞാൻ സാധാരണ ഇരിക്കുന്ന ഒരു ചെയറുണ്ട്. അതിനോട് ചേർന്നൊരു 4-5 കസേരകൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുക്കൽ വരുന്നവർ എൻ്റെ കസേരയിൽ ഇരിക്കുമെന്ന് പറഞ്ഞാൽ ആ കസേരകളിൽ ഒന്നിലിരിക്കുമെന്നാണ്. എൻ്റെ വീട്ടിൽ ഒരു 7-8 പേര് വരെ വന്നാൽ, മാക്സിമം 7-8 പേര് വരെ വന്നാൽ എൻ്റെ ഫ്രണ്ട് റൂമിൽ ഇരിക്കാനൊരു സ്ഥലം ഉണ്ട്, ദൈവത്തിൻ്റെ കൃപയാലുണ്ട്. അവിടെ ഒരു കസേരയിൽ ഞാനിരിക്കും, എൻ്റെ കസേരയിൽ ബാക്കിയുള്ളവരിരിക്കും. വേറൊരാളിൻ്റെ ഓഫീസിൽ പോകാൻ അങ്ങനെയല്ല. ഒരു ക്ലാസ് റൂമിലേക്ക് കയറി ചെല്ലാമെങ്കിൽ അങ്ങനെയല്ല. 40 കസേരകളെങ്കിലും അവിടെ കാണും, 40 സീറ്റുകളെങ്കിലും അവിടെ കാണും. എൻ്റെ കസേരയിൽ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുക എന്ന് യേശു പറയുന്നത് താൻ ഇരിക്കുന്ന ഇടത്ത് നമ്മളെ കൂടെ ഇരുത്തുന്ന കാര്യമാണ്. സഭയെക്കുറിച്ച് യേശു പറയുന്നത്, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുകയാണ്. എൻ്റെ ആശ ഏതേലും കണ്ട ഒരിടത്ത് നിങ്ങൾ കയറി ഇരിക്കുകയല്ല, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന്, എൻ്റെ സിംഹാസനത്തിൽ ഇരുത്തേണ്ടതിന്, ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ എൻ്റെ സിംഹാസനത്തിൽ ഇരിക്കേണ്ടതിന് ജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ നിങ്ങളെ കാണും. ജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ നിങ്ങളെ കാണും. ചുരുക്കം ചിലയിടങ്ങളിൽ ചില മന്ത്രിമാരെയും അതുപോലുള്ള സ്റ്റാറ്റസ് സൂക്ഷിക്കുന്ന ചിലരെയും കാണാൻ ഞാൻ പോയിട്ടുണ്ട്. ഇനിയും പോകേണ്ടി വരും. ഞാൻ ചെല്ലുന്ന സമയത്ത്
എന്നെ അതുപോലെ മാനിക്കുന്നവനും സ്നേഹിക്കുന്നവനും എന്നെ വേണമെന്ന് കണ്ട് വിളിപ്പിച്ചവനുമായ ഒരു മന്ത്രിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇന്നർ ചേംബറിൽ 2 or 3 കസേരകൾ കാണും. അതിലൊന്നിൽ ഞാനും വന്നിരിക്കാൻ ആവശ്യപ്പെടും. എൻ്റെ കൂടെ വന്നവരെയും കൂടെ കയറ്റിയെന്ന് വരും. എല്ലാവരെയും കയറ്റാറില്ല. മന്ത്രിയുടെ കസേരയിൽ അദ്ദേഹവും വന്നിരിക്കും. ആ ഓഫീസിൽ അല്ലെങ്കിൽ ആ റൂമിനകത്തെ മന്ത്രി ഇരിക്കുന്ന കസേര അദ്ദേഹവും വന്നിരിക്കും. ഞാൻ ഇരിക്കുന്നിടത്ത് ഇരിക്കേണ്ടതിന് എന്നെ വിളിക്കുന്നവർക്കായി സ്തോത്രം. എന്നെ അത്രത്തോളം ആവശ്യമില്ലാതെ ഞാൻ അങ്ങോട്ട് പിടിച്ചു കയറി സാറിനെ കാണണമെന്ന് പറഞ്ഞ് ചെന്നതാണെങ്കിൽ 50 പേരിരിക്കുന്ന ഒരു റൂമിനകത്തായിരിക്കും കൊണ്ടയിരുത്തുന്നത്. കൂട്ടത്തിൽ ഒന്നായി എനിക്കും ഇരിക്കാൻ കഴിയും. യേശു പറഞ്ഞു, ജയിക്കുന്നവനുണ്ടോ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിലിരിക്കും. ഞാൻ തോറ്റ ശേഷം എവിടെയെങ്കിലും ഒരു പൊതുസ്ഥലത്ത് യേശുവിനെ കാണാനല്ല, എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ പോയി എന്ന് പറയാനല്ല, എനിക്ക് ലഭിക്കേണ്ട സ്ഥാനം ലഭിക്കുവാൻ, ക്രിസ്തുവിനോടുകൂടെ അത്താഴം കഴിക്കുവാൻ, എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ എന്ന് യേശു പറഞ്ഞതുപോലെ ആ സിംഹാസനത്തിലിരിപ്പാൻ ഒരു വരം. ആ വരമെന്ന് പറയുമ്പോൾ ഈ ഭൂമിയിൽ തന്നെ ഉള്ളതല്ലേ? ആ നിത്യതയിലുണ്ട്, സ്വർഗത്തിലുണ്ട്, ഈ ഭൂമിയിലുമുണ്ട്. പലപ്പോഴും നമുക്ക് ഉന്നതമായ സ്ഥാനങ്ങളിൽ ക്രിസ്തുവിനോടൊപ്പം ക്രിസ്തുവിൻ്റെ സ്റ്റാറ്റസിൽ ഉയർന്നു നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ തരട്ടെ. എൻ്റെ അടുക്കൽ ഒരുപാട് പേര് വന്ന് സംശയങ്ങൾ ചോദിക്കും. ലോകത്തിൻ്റെ 5 വൻകരകളിൽ നിന്നും ആളുകൾ എന്നെ വിളിച്ച് സംശയം ചോദിക്കാറുണ്ട്. 5 വൻകരകളിൽ നിന്ന്. പക്ഷേ എനിക്കിതിനൊരു മറുപടി ദൈവവചനത്തിൽ നിന്നില്ല. അയ്യോ, നിങ്ങൾ വായിച്ച പോലല്ലേ ഞാനും ബൈബിൾ വായിച്ചേ, നിങ്ങൾ കേട്ട പോലില്ലയോ ഞാനും പ്രസംഗങ്ങൾ കേട്ടത്, നിങ്ങൾ പഠിച്ചതുപോലില്ലയോ ഞാനും പഠിച്ചത്. പക്ഷെ പക്ഷേ എന്തോ നിങ്ങൾക്ക് ഇച്ചിരൂടെ മനസ്സിലായി, എനിക്കത്രയും മനസ്സിലായില്ല. നിങ്ങൾക്ക് മനസ്സിലായത് എനിക്കൊന്ന് പറഞ്ഞതാണ്. എനിക്ക് പലപ്പോഴും അനേക സംശയങ്ങളും വരുമ്പോൾ എന്നേക്കാൾ ദൈവത്തോട് അടുത്തവരും ശ്രേഷ്ഠരുമെന്ന് എനിക്ക് തോന്നുന്നവരുടെ അടുക്കൽ ഞാൻ പോകാറുണ്ട്. എന്തേ, അവർ വായിച്ച പുസ്തകമല്ലേ ഞാനും വായിച്ചത്? അതെ, പക്ഷെ എന്നേക്കാൾ കൂടുതൽ അവർ ദൈവത്തോട് അടുപ്പമുള്ളവരാകയാൽ ദൈവത്തിങ്കിൽ നിന്ന് അവർക്ക് അടുത്ത് ലഭിക്കും, അല്ലെങ്കിൽ രഹസ്യങ്ങൾ ലഭിക്കും. അവരതിന് വരപ്രാപ്തരാ. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഞാനും ജയിച്ച് എൻ്റെ പിതാവിനോടുകൂടെ അവൻ്റെ സിംഹാസനത്തിൽ ഇരുന്നതുപോലെ തന്നെ ഞാനും ജയിച്ചവനായ യേശുവിന് ജയിച്ചവരായ നമ്മെ തന്നോടുകൂടെ ഇരുത്തുവാൻ കഴിയും. അതിൻ്റെ താല്പര്യവുമുണ്ട് എന്ന് ഓർപ്പിക്കട്ടെ. 7ാമതായിട്ട് കൺക്ലൂഷൻ. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. എല്ലാ സഭയിലുമുള്ള എല്ലാവരോടുമായി ചെവിയുള്ളവരോടെല്ലാം കർത്താവിന് പറവാനുണ്ട്. ഞാൻ 7ാം സഭയുടെ അംഗമാണ്, ലവോദിക്ക സഭയുടെ അംഗമാണ്. 7ാം കാലഘട്ടത്തിൽ ജീവിക്കുന്നവനാണ്. എന്നോടും ദൈവത്തിന് സംസാരിപ്പാനുണ്ട്. 6ാം സഭയുടെ കാലഘട്ടത്തിൽ സാത്താൻ്റെ പള്ളിക്കാരായ ആളുകൾ സാത്താൻ്റെ പള്ളിയിൽ നിന്ന് നിൻ്റെ മുമ്പിൽ വന്ന് മുട്ടുകുത്തും എന്ന് പറഞ്ഞു. 2ാമത്തെ കാലഘട്ടത്തിൽ സാത്താൻ്റെ പള്ളിക്കാരകത്തു വരുമെന്ന് പറഞ്ഞു. 2ാം കാലഘട്ടത്തിൽ സാത്താൻ്റെ പള്ളിക്കാരകത്തു വരും എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടാത്തവരും പൂർണ്ണമായി മാനസാന്തരപ്പെടാത്തവരും സഭയ്ക്കകത്ത് വന്ന് സ്ഥാനികളായി കയറുമെന്ന് പറഞ്ഞു. കാരണം അവരുടെ പിതാക്കന്മാരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി അവരുടെ വസ്തുവകകൾ വിറ്റ് കാശ് വാങ്ങി പൊതുവകയെന്ന് എണ്ണി ഒന്നിച്ച് കഴിഞ്ഞവരാണ്. അതുകൊണ്ട് മക്കൾ വരുമ്പോൾ മാറ്റി നിർത്താൻ ഒക്കത്തില്ല. നാച്ചുറലി 1ാം നൂറ്റാണ്ടിലെ അനുഭവമാണെന്ന് നമ്മൾ പറഞ്ഞു. സാത്താൻ്റെ പള്ളിക്കാരകത്തേക്ക് വരുന്നതും സാത്താൻ സിംഹാസനം വെക്കുവാൻ സഭയ്ക്കകത്തേക്ക് വരുന്നതും. തുടർന്ന് നിങ്ങളുടെ ഇടയിൽ എൻ്റെ ദാസനായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും, അതും 1 നൂറ്റാണ്ടായിട്ടില്ല, AD 90കളിലാണ് അന്തിപ്പാസിനെ കൊന്നതെന്ന് പറഞ്ഞു. ആ കാലഘട്ടങ്ങൾ ഏറെക്കുറെ അറിഞ്ഞു. 6ാം സഭയുടെ കാലഘട്ടത്തിൽ സാത്താൻ്റെ പള്ളിയിൽ നിന്ന് കൂട്ടമായി ആളുകൾ വരുമെന്നും ഞാൻ നിന്നെ മാനിച്ചുവെന്ന് അറിയുവാൻ ഇടയാക്കുമെന്നും അവർ നിൻ്റെ മുമ്പിൽ കുമ്പിടുമെന്നും പറയുന്ന പദത്തിൽ നിന്ന് അത് മാർട്ടിൻ ലൂതറിൻ്റെ കാലമായിരുന്നുവെന്ന് വേദപണ്ഡിതാക്കളിൽ ഒരു വിഭാഗം അഭിപ്രായപ്പെടുന്നു. അന്നായിരുന്നു മാനസാന്തരപ്പെടാത്ത രക്ഷിക്കപ്പെടാത്ത അനേകർ വന്ന് സഭയുടെ മുമ്പിൽ മുട്ടുകുത്തുന്നതും 6ാം കാലഘട്ടത്തിൽ ഏർപ്പെടുന്നതും. അത് കഴിഞ്ഞു. ആ ഒരു ഉണർവ് കഴിഞ്ഞു. ഒരുപാട് പുതുമകൾ പരിശുദ്ധാത്മാവ് തന്നു. അന്ന് രക്ഷയെക്കുറിച്ചും മാനസാന്തരത്തെക്കുറിച്ചും മാത്രമാണ് കൽപ്പിച്ചു തുടങ്ങിയതെങ്കിലും ഇന്ന് വലിയ ആത്മീക ആഴങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങി. തിരുവചനത്തിൻ്റെ അനേക സത്യങ്ങൾ നമുക്ക് മനസ്സിലായി. അനേക ആത്മീക അനുഭവങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ദൈവം സഭയ്ക്ക് നൽകി. ഇന്ന് ഈ അന്ത്യകാലഘട്ടത്തിങ്കൽ ദൈവഹിതത്തിനൊത്തവണ്ണം എൻ്റെ ഇഷ്ടവും കൊണ്ടു നടക്കണമെന്ന് സാധാരണക്കാരൻ വാദിക്കുന്ന ഈ കാലഘട്ടത്തിൽ യേശുവിന് പറവാനുള്ളത്, നീ അരിഷ്ടനായിപ്പോയി, ദരിദ്രനായിപ്പോയി,
നഗ്നനായിപ്പോയി, കുരുടനായിപ്പോയി. ചിലതെല്ലാം എന്നോട് വിലയ്ക്ക് വാങ്ങുക, വില മുടക്കിയേ മതിയാകൂ. ഗ്രേസ് തിയോളജി ഒരിടത്ത് കൊടികുത്തി വാഴുക. രക്ഷിക്കപ്പെടേണ്ടതിന് ഒന്നും ചെയ്യേണ്ട, സത്യമാണ്. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ടവൻ ഒരു ജീവിത വേർപാടും വേണ്ട, ഒരു വിശുദ്ധിയും വേണ്ട, യേശുവിനെ ഏറ്റുപറഞ്ഞാൽ മാത്രം മതി എന്ന് പറയുന്ന ഒരു സമൂഹത്തിലായി. നീ ദരിദ്രനാണെന്ന് മനസ്സിലാക്കാതെ പോയി. ആത്മീക സമ്പത്തുകൾ നിനക്കില്ല എന്ന് നീ അറിയാതെ പോയി. പണ്ടൊരു കാലത്ത് അപ്പസ്തോലന്മാരുടെ നിഴൽ വീഴുന്ന രോഗികൾ സൗഖ്യമായിരുന്ന കാലത്തിന് പകരം ഇന്ന് രോഗികളെ കൂട്ടമായി ആശുപത്രികളിൽ കയറ്റുന്ന ഗതികേടിലാണ് ഞാൻ. വേറൊരാളുടെ കാര്യം പറയുന്നില്ല. അതിനാവശ്യമുള്ള വൈദ്യസഹായം എത്തിച്ചു കൊടുക്കുക എന്ന കാലഘട്ടത്തിലായി ഞാൻ. നീ ദരിദ്രനായി മാറി. നീ സമ്പന്നനാകേണ്ടതിന് വില മുടക്ക് സഹോദര, ഇനിയും സമ്പത്തിലേക്ക് വരുവാൻ കഴിയും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇന്ന് പകൽ ചെവി ചായ്ക്കാം, ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, ഇന്ന് രാത്രിയിൽ ഞങ്ങൾക്ക് തന്ന കൃപയ്ക്കായി സ്തോത്രം. അല്പം താമസിച്ച കർത്താവെ തുടങ്ങിയത്. എന്തെല്ലാമോ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾ ഇന്നും നിരന്തര സമരം പിശാചുമായി ചെയ്തുകൊണ്ടിരിക്കുക. ക്ഷമയോടെ കാത്തിരുന്ന് അങ്ങയുടെ വചനത്തിൻ്റെ ദാഹത്തോടുകൂടെ കയറിയവരെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. നാളെ ശ്രദ്ധിക്കുന്നവർക്കായും സ്തോത്രം. അടുത്ത ദിവസങ്ങളിൽ ശ്രദ്ധിക്കുന്നവർക്കായും സ്തോത്രം. തൃക്കരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ അവരെ അനുഗ്രഹിക്കുന്നു. ദൈവകൃപ കൂടിയിരിക്കണേ. നിങ്ങളിപ്പോൾ തൽക്കാലത്തേക്ക് പിരിയട്ടെ. സാന്നിധ്യം കൂടിയിരിക്കണം. മഹത്വം കർത്താവ് എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.